أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك محمد وعلى آل محمد كما صليت وسلمت وباركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم ربي يسر ولا تعسر وتمم بالخير سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. ബഹുമാന്യനായ റഹീം സാഹിബ്, സദസ്സിലെ ഏറെ പ്രിയം നിറഞ്ഞ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. റാഷിദിൻ്റെ പ്രസംഗത്തിന് മുമ്പ് സംസാരിച്ചു പോകുന്നതായിരുന്നു നല്ലതെന്ന് പിന്നെ എനിക്ക് തോന്നി. റാഷിദും ഞാനും നേരത്തെ തന്നെ സുഹൃത്തുക്കളാണ്. ഞങ്ങളൊരു 15 കൊല്ലം മുമ്പ് ഒരു ജമിയത്തുൽ ഫിക്രി വദ്ദഅവ എന്ന് പറഞ്ഞ് ഇതുപോലെ നിങ്ങൾ FFF ഉണ്ടാക്കിയതുപോലെ കേരളത്തിലെ ഇസ്ലാമിക സ്ഥാപനങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ ഒരു എല്ലാ സംഘടനകളിലും പെട്ട ആളുകളുടെ ഒരു വേദി സമാന്തരമായിട്ട് ഉണ്ടാക്കിയിരുന്നു. റാഷിദ് അതിൻ്റെ ആദ്യത്തെ ബോഡിയിലാണ്. അന്ന് മുതലുള്ള സൗഹൃദമാണ്. റാഷിദ് സംസാരിച്ചാലുള്ളൊരു പിന്നീടുള്ള പ്രശ്നം എന്ന് വെച്ചാൽ മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നീട് മരം പെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രശ്നമുണ്ടല്ലോ. ആ ഒരു വാക്ചാതുരിയുടെ ഡെലിവറിയുടെ അതിനേക്കാളേറെ അൽഹംദുലില്ലാഹ് അള്ളാഹു അദ്ദേഹത്തിന് നൽകിയിട്ടുള്ള ഒരുപാട് അനുഭവങ്ങളുടെയൊക്കെ ഒരു ബലത്തിൽ അദ്ദേഹം കുറേ കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഒരു ടേക്ക് അവേയിൽ നിങ്ങളിവിടുന്ന് കൊണ്ടുപോകുന്ന ഒരു മെസ്സേജിൽ ഈ രണ്ടാമത്തെ പ്രഭാഷണങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവും. കാരണം ഈ ടേക്ക് അവേ കൂടുതലും ഈ രണ്ടാമത്തെ പ്രഭാഷണമായി മാറാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നോക്കുക. ഇത് രണ്ട് ഇൻഡിപെൻഡൻ്റ് ആയ വിഷയങ്ങളാണ്. ഒപ്പം മുൻ പ്രഭാഷകൻ പറഞ്ഞതുപോലെ എന്നൊന്നും പറഞ്ഞ് പ്രസംഗിക്കേണ്ടതില്ലാത്ത ഒരു അങ്ങനെ ഒരു അധിക ബാധ്യത എന്നിൽ ഏൽപ്പിക്കാതെ നിങ്ങളിത് കേൾക്കണം എന്നും ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. അള്ളാഹു നമ്മളെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. നമ്മളൊരു പാട്ട് കേട്ടിട്ടുണ്ടാവും. നമുക്കിങ്ങനെ സംസാരിച്ചൊക്കെ പോകാമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ ഈ സംസാരത്തിന് ശേഷം നമുക്ക് ബാക്കി നിൽക്കുന്ന ചിന്തകളാണല്ലോ ഏത് കാര്യത്തിലും വളരെ പ്രസക്തമായിട്ടുള്ളത്. നല്ല പാട്ടാണ്. മക്കത്ത് പൂത്തൊരു ഈത്ത മരത്തിൻ്റെ അല്ലേ പാട്ടുകാർ അല്ലേ ഈ പാട്ട് കേട്ടവരുണ്ടോ? മക്കത്ത് പൂത്തൊരു ഈത്ത മരത്തിൻ്റെ ഒരിലയായെങ്കിൽ അക്കൊത്ത മുഹമ്മദ് നടകൊണ്ട വഴിയിലെ മൺതരിയായെങ്കിൽ. ഇതൊന്നുമല്ല, പാട്ട് പാടുമ്പോൾ മുത്തുബിലാലിൻ്റെ ബാങ്കുലി പരത്തണ കാറ്റലയായെങ്കിൽ മുമ്പരാം അമ്പിയ വന്നുള്ള നാട്ടിലായി അന്ന് പിറന്നെങ്കിൽ. നല്ല കാൽപ്പനിക ഭാവത്തിൻ്റെ അങ്ങേയറ്റം നിൽക്കുന്ന നല്ലൊരു പാട്ടാണ്. നല്ല പാട്ടാണ്. അതായത് ഇന്നൊന്നുമല്ല ജനിക്കേണ്ടിയിരുന്നത്. ജനിക്കായിരുന്നുണ്ടെങ്കിൽ അന്ന് ജനിക്കണമായിരുന്നു. അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിയായിട്ടൊക്കെ ജീവിക്കാനൊക്കെ ഇങ്ങനെ പറ്റുമായിരുന്നു എന്നുള്ള ആ ഗാനരചയിതാവിൻ്റെ അങ്ങേയറ്റത്തെ ആഗ്രഹത്തിൽ നിന്നാണ് ആ പാട്ട്, അതല്ലെങ്കിൽ അതിന് തുല്യമായ പാട്ടൊക്കെ വരുന്നത്. അപ്പം ഞാൻ പാട്ടിൻ്റെ മറ്റൊരു വശം ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു. അന്നൊക്കെ പിറന്നിരുന്നെന്നുണ്ടെങ്കിൽ സ്വഹാബിയാകുമായിരുന്നു എന്നൊക്കെയുള്ള നമ്മളുടെ ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം 313 പേര് ബദറിൽ ഇങ്ങോട്ട് നിന്നപ്പോൾ അപ്പുറത്തുണ്ടായിരുന്ന 1000-ലല്ല, ഞാൻ 313-ലാണ് ഉണ്ടാവുക എന്നൊക്കെ ഉള്ളൊരു കോൺഫിഡൻസ് ഉണ്ടാവും നമുക്ക്. ഇത് അന്ന് ഉണ്ടായിരുന്നുണ്ടെങ്കിൽ നമ്മൾ സ്വഹാബിയായിട്ട് അങ്ങോട്ട് കഴിച്ചിലാവുമായിരുന്നു. അന്ന് ജനിക്കാത്തതായിരുന്നു പ്രശ്നം എന്നൊക്കെ തോന്നുന്ന അതിൻ്റെ ഭാഗമുണ്ട്. ആ പാട്ടിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, അതിൻ്റെ ഇപ്പുറത്തെ ഭാഗം. അപ്പോൾ ഇതിന് തുല്യമായ ഒരു വിഷയമാണ് ഇന്ന് എനിക്ക് നൽകിയിട്ടുള്ളത്. അതായത് നമ്മുടെ ചരിത്രം, ആ വിഷയം തന്നെ എന്തിനാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയാലാണ് അതിനെക്കുറിച്ചുള്ള വർത്തമാനങ്ങൾക്ക് അർത്ഥമുണ്ടാവുകയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഖുറാനിക ചരിത്ര പാഠങ്ങളുടെ കാലിക പ്രസക്തി എന്നുള്ളൊരു വിഷയത്തിൽ ബേസിക്കലി ഖുർആൻ നമുക്ക് ആവശ്യമുണ്ടോ? ഖുർആനിലെ ചരിത്രം നമുക്ക് ആവശ്യമുണ്ടോ?
കാലികമായി നമുക്കതിന് പ്രസക്തി ഉണ്ടാവണമെന്ന് നിർബന്ധമുണ്ടോ? എങ്ങനെയാണെങ്കിലാണല്ലോ നമുക്ക് ഈ പറഞ്ഞ പോലെ ഈ വിഷയം തന്നെ അവതരിപ്പിക്കുന്നതിൽ അർത്ഥം ഉണ്ടാവുള്ളൂ. അപ്പോൾ ആദ്യം അതിലൊരു തസവൂറ് നമുക്കുണ്ടായിട്ട് നിങ്ങൾ ഈ വിഷയം കേൾക്കണം. അതായത് ഈ സംസാരം ഞാൻ സംസാരിക്കുന്നത് ഖുർആൻ പ്രസക്തമാണെന്ന് കരുതുന്ന, ഖുർആനിലെ ചരിത്രം പ്രസക്തമാണെന്ന് കരുതുന്ന, അതിനൊരു കാലിക പ്രസക്തി ഉണ്ട് എന്ന് നിങ്ങളൊക്കെ കരുതുന്നുണ്ട് എന്ന് കരുതിയിട്ടാണ്. അല്ലാത്ത ഒരാളോട് ഇതേ സംസാരമായിരിക്കില്ല സംസാരിക്കുക, വേറെ ആയിരിക്കും സംസാരിക്കുക. കാരണം അതൊരു ഡിബേറ്റബിൾ ഇഷ്യൂ ആയ ഒരു സദസ്സിനോട് അങ്ങനെയല്ലല്ലോ സംസാരിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ഒരു വിഷയം നമുക്ക് പ്രസിഡീയത്തിന് അതല്ലെങ്കിൽ ചെയർ നമുക്ക് തരുമ്പോൾ ആ ഒരു വിഷയത്തോട് നിങ്ങളൊരു സഹസഞ്ചാരം നടത്തുന്നു എന്ന് കരുതിക്കൊണ്ടാണ് ഇൻഷാ അല്ലാഹ് ഞാൻ എൻ്റെ വിഷയത്തെ അവതരിപ്പിക്കുന്നത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്ന സമയത്ത് ലോകത്തെ മൊത്തം പോപ്പുലേഷൻ എത്രയാണ് എന്ന് നിങ്ങൾക്കറിയോ? ലോകത്തെ കേട്ടോ, കുറവാണെന്നല്ല ഞാനൊരു ഇന്ന് ലോകത്തെ പോപ്പുലേഷൻ എത്രയാണ്? 8.5 ബില്യൺ അങ്ങനെയൊക്കെ നമ്മൾ പറയും അല്ലേ. ഒരു 850-900 കോടിക്കിടയിലാണ് മനുഷ്യർ. റസൂല്, അതായത് ഈ ലോകത്തേക്ക് അവസാനമായി വരുന്ന റസൂല് അവസാനമായിട്ട് വരുമ്പോൾ ഈ ലോകത്ത് മൊത്തം എത്ര പേരുണ്ട് എന്നുള്ള വലിയ പ്രധാനപ്പെട്ട ഒരു അറിവാണ്. കാരണം അവസാനത്തെ റസൂലിനെ അള്ളാഹ് അയക്കുമ്പോൾ ലോകത്ത് എത്ര പേരുണ്ട് നമ്മൾ അത് അറിഞ്ഞിരിക്കൽ ആവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അതൊരു 16 കോടിയുടെയും 18 കോടിയുടെ ഇടയിലാണ്. എക്സാക്ട് ഫിഗർ പറയാൻ പറ്റില്ല, കാരണം ഇന്നും നമുക്ക് 8.5 ബില്യൺ പോലും എക്സാക്റ്റ് അല്ല എന്നുള്ളത് കൊണ്ട്. അതായത് ലോകത്ത് മൊത്തം 14 കോടി മുതൽ 20 കോടി വരെ എന്നൊക്കെ അതിനെക്കുറിച്ച് വ്യത്യസ്ത കണക്കുകളുണ്ട്. പക്ഷെ എങ്കിൽ പോലും ഇന്ത്യയിലെ ഉത്തർപ്രദേശിലെ നിലവിലെ ജനസംഖ്യയേക്കാൾ കുറവായിരുന്നു ലോകത്ത് മൊത്തമുള്ള അന്നത്തെ ജനസംഖ്യ. അപ്പോൾ ബാക്കിയുള്ള പ്രവാചകന്മാർ വന്ന കാലത്ത് എത്ര പേരുണ്ടായിരുന്നു എന്നിങ്ങനെ ബാക്കോട്ട് ഇങ്ങനെ ആലോചിച്ചു. നമ്മളിപ്പോഴും നമ്മുടെ പ്രശ്നം എന്തായിരിക്കും എന്ന് വെച്ചാൽ എന്ന് 850 കോടി മനുഷ്യന്മാർ ഭൂമിയിൽ ഉണ്ടായിരുന്നു എഴുതിയിട്ടായിരുന്നു നമ്മൾ ഈ നടക്കുന്നത്. ഞാനിതൊരു വേറൊരു പ്രഭാഷണത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഡാറ്റ ഇങ്ങനെ തപ്പിയപ്പോൾ കിട്ടിയതാണ്. ഇത് കഴിഞ്ഞ നൂറ്റാണ്ട് എടുത്ത് നോക്കുമ്പോൾ വളരെ കുറവ്. ഇതിങ്ങനെ പോയി റസൂലിൻ്റെ അവിടേക്ക് എത്തുമ്പോൾ ആ കൂടി ലോകത്ത് 16 കോടിയുള്ളൂ. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിയുടെ കാലെത്തുമ്പോൾ അത് വീണ്ടും അങ്ങനെ പോയി ബി സി എന്ന് പറഞ്ഞാൽ ബിഫോർ ക്രൈസ്റ്റ് അല്ല, കോമൺ എറ എന്നുള്ള നിലക്ക് തന്നെ നിങ്ങളെടുത്താൽ അവിടേക്ക് ഇങ്ങോട്ട് പോകുമ്പോൾ വീണ്ടും കുറയും. കാരണം നാഗരികതകളുടെ ഒരു സമ്മേളനവും സംഗമവും ഒക്കെ നടക്കുന്ന ഒരു ഘട്ടത്തിലാണ് സയ്യിദുന ഇബ്രാഹിം അലൈഹി ഇസ്ലാമെ അല്ലാഹു സുബ്ഹാനഹു വ തആല. കാരണം അതുവരേക്ക് ലോകത്ത് അവിടെ ഇവിടെയൊക്കെ പ്രവാചകന്മാർ വരികയാണ്. ലോകത്തിൻ്റെ ഒരു മൊത്തം പ്രവാചകൻ എന്ന് പറയുന്ന ഒരു സാധ്യതയിലേക്ക് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോലെ ഒരു ഘട്ടത്തിൽ വരുന്ന പ്രവാചകനാണ് ആര്? സയ്യിദുന ഇബ്രാഹിം അലൈഹി ഇസ്ലാം. കാരണം അദ്ദേഹത്തിന് അങ്ങനത്തെ ഒരു ഡ്യൂട്ടി ഉണ്ട്. കാരണം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജാസിൽ മാത്രമേ സഞ്ചരിച്ചിട്ടുള്ളൂ. നജ്ദ്, മക്ക, മദീന, തബൂക്ക്, കൂടി വന്നാൽ തബൂക്ക്. ഇത് റസൂലിൻ്റെ ശരീരസഞ്ചാരം ഉണ്ടായി എന്ന് നമുക്ക് പറയാവുന്ന ഹിജാസ് എന്ന് പറയുന്ന പ്രദേശം. ഇന്നത്തെ സൗദി അറേബ്യയിലൊന്നല്ല കേട്ടോ റസൂൽ ജനിച്ച്. സൗദി അറേബ്യ 102 കൊല്ലമായിട്ടുള്ളൂ ഉണ്ടായിട്ടുള്ളൂ. അതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ മൊത്തത്തിൽ അന്നത്തെ കാലത്ത് യമനിൽ നിന്നും ബഹ്റൈൻ എന്നൊക്കെയാണ് പറഞ്ഞത്. ഇന്നത്തെ സൗദി അറേബ്യയും ഇന്നത്തെ യമനൊക്കെ വ്യത്യാസമുണ്ട്. 100 കൊല്ലം മുമ്പ് ഉസ്മാനിയ ഖിലാഫത്ത് വിഭജിക്കപ്പെട്ടതിന് ശേഷം ലോകത്തുണ്ടായ സാഹചര്യങ്ങൾ വെച്ചുകൊണ്ട് നമ്മൾ അങ്ങനെ വിലയിരുത്തരുത്. ചരിത്രം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഞാൻ ഈ കാലിക പ്രസക്തിയൊക്കെ പറയുമ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് 14 കോടി. അതിന് പുറകിൽ ഇങ്ങനെ ബാക്കിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ ബി സി ഒരു 2000, ബി സി 2000 എന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്ന ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിയുടെ ഒക്കെ കാലമാണ്. ആ സമയത്ത് മൊത്തത്തിൽ ഒരു 1.5 കോടി മനുഷ്യന്മാർ. അതിങ്ങനെ പുറകിലേക്ക് എടുത്തു നോക്കുക ലോകത്ത്. ഇതിങ്ങനെ ലോകത്ത് മൊത്തം ബി സി 10,000 എന്നൊക്കെ പറഞ്ഞാൽ മനുഷ്യർ ഈ ബി സി 10,000 ഇത് ആദം നബി അലൈഹി ഇസ്ലാമായിട്ട് ഇങ്ങനെ കറസ്പോണ്ടൻ്റ് ആവുമെന്ന് പറയുന്ന ഒരു ചരിത്രം നടത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പഠനം നടത്തിയിരുന്നത്. അതായത് ഇങ്ങനെ ഖുർആൻ പറയുന്ന ഒരു ആധുനിക മനുഷ്യൻ്റെ ചരിത്രം ഏകദേശം ആദം നബി അലൈഹി ഇസ്ലാമയിൽ തന്നെ പോയി മുട്ടുമെന്നുള്ളത് വേറൊരു ചർച്ചയും ഇല്ലാതെ മനസ്സിലാക്കാവുന്ന ഒരു പോപ്പുലേഷൻ കണക്കാണിത്. എൻ്റെ ശാസ്ത്രീയമായ പഠനം പോപ്പുലേഷൻ സ്റ്റഡീസിൻ്റെ ആളുകൾ പറയണം, ആന്ത്രപ്പോളജിയുടെ ആളുകൾ വേറെ നടത്തണം, അതൊക്കെ വേറെയാണ്. ഞാൻ പറഞ്ഞത്
ഇതിങ്ങനെ പുറകിലേക്ക് പോകുന്തോറും പോയി പോയി മനുഷ്യനെ ഒന്നാവും, ഒരെണ്ണവും. 14 കോടി, 4 കോടി, 1.5 കോടി, ഇങ്ങനെ 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 പോയി ഏറ്റവും അവസാനം ഒരു മനുഷ്യനാവുമല്ലോ. ഈ ഒരു മനുഷ്യനായിരിക്കും. ഈ ഒരു മനുഷ്യനാകണമെന്നുള്ള നിർബന്ധമില്ലാത്ത ദർശനങ്ങളും ഒരു മനുഷ്യനിൽ നിന്ന് തന്നെ തുടങ്ങുന്ന മനുഷ്യൻ്റെ ചരിത്രവും, ഇതാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമും ഇസ്ലാമല്ലാത്ത മറ്റ് ദർശനങ്ങളും തമ്മിലുള്ള മൗലികമായ വ്യത്യാസം എന്ന് പറയുന്നത്. ഇത് അറിഞ്ഞിരിക്കണമെന്നുള്ളതാണ്. അതായത് ആദ്യത്തെ മനുഷ്യൻ ആരാണെന്ന് അറിയൽ ബാക്കിയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം വിഷയമല്ല. നിങ്ങളൊരു കമ്മ്യൂണിസ്റ്റുകാരനോട് ചോദിച്ചാൽ ആദ്യത്തെ മനുഷ്യൻ ആരാവണമെന്നുള്ള അയാൾക്കൊരു നിർബന്ധമില്ല. ഇനി നിങ്ങളൊരു മതവിശ്വാസിയോട്, ഒരു ഹിന്ദു മതവിശ്വാസിയാവട്ടെ, ക്രൈസ്തവനാകട്ടെ, അവരെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത വിഷയത്തിൻ്റെ ആ സ്പിരിറ്റ് വേറെ തന്നെ സ്പിരിറ്റാണ്. ഇത് നമ്മൾ വേറൊരു പഠന വിഷയം എന്നുള്ള നിലക്കാണ് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ അതെന്താണ് ആൾ അങ്ങനെ പറഞ്ഞതെന്നൊന്നും നിങ്ങൾ തെറ്റിദ്ധരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ക്രൈസ്തവരെന്ന് പറയുമ്പോൾ ക്രൈസ്തവരാകട്ടെ, നമ്മൾ ഈ പറയുന്ന ജൂതരാകട്ടെ, ഇങ്ങനെ ആകട്ടെ, ഈ ലോകത്ത് ആദം അലൈഹിസ്സലാമയുടെ നാമ്പിൽ നിന്ന് ഉയരെടുക്കാത്ത, അതുപോലെ തന്നെ അതിനുശേഷം ലോകത്ത് തുടരാത്ത, അതായത് ആധുനിക മനുഷ്യൻ്റെ വ്യത്യസ്ത പരിണാമങ്ങളെക്കുറിച്ച് വേറെ പഠനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതായത് ആദം അലൈഹിസ്സലാം, ബനു ആദമാണ് എവിടെ നിന്ന് തുടങ്ങുന്നത്? ആദമിൻ്റെ മക്കളാണ് ആദമിൽ നിന്ന് തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഈ ലോകത്ത് അള്ളാഹ് സൃഷ്ടിച്ച വേറെ സൃഷ്ടികളില്ലാന്നൊന്നും നമുക്ക് പറയേണ്ട ആവശ്യമില്ല. കാരണം നമുക്കറിയുന്നത് യാ ബനി ആദം, ആദമിൻ്റെ മക്കളെ എന്ന് പറഞ്ഞു തുടങ്ങുന്ന മനുഷ്യ സമൂഹത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഭൂമിയിലേക്ക് ഖലീഫയായി വരുന്ന ആദമിൻ്റെ ചരിത്രത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ആ മനുഷ്യനെ കുറിച്ച് മലക്കുകൾക്ക് പോലും സംശയം ഉണ്ടായിരുന്നു. ഈവൻ ഏഞ്ചൽസ് ആസ്ക് എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട്, ജെഫ്രി ലാങ്കിൻ്റെ. മാലാഖമാർ പോലും ചോദിക്കുന്നു എന്ന് മലയാളത്തിൽ അത് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. വേണോ ഇങ്ങനത്തെ ഒരു സൃഷ്ടി? പ്രശ്നമാവില്ലേ? മലക്കുകൾ ആരോട് ചോദിച്ചു? അള്ളാഹിനോട് ചോദിച്ചു. അത്തജഅലു ഫീഹാ മയ്യുഫ്സിദു ഫീഹാ വയസ്ഫികു ദിമാ വനഹ്നു നുസബ്ബിഹു ബിഹംദിക വനുഖദ്ദിസു ലക്. ഞങ്ങൾ ഇവിടെ ഉള്ളപ്പോൾ വേറൊരു കൂട്ടരുടെ ആവശ്യം ഉണ്ടോ? ഇതാണ് ചോദ്യം. നല്ല ചോദ്യമാണ്. അല്ലാഹ് പറഞ്ഞു, കാല ഇന്നി അഅലമു മാ ലാ തഅലമൂൻ, നിങ്ങൾ അറിയാത്ത ഒന്ന് ഞാൻ അറിയുന്നുണ്ട് അവരുടെ സൃഷ്ടിപ്പിന് പുറകിൽ. എന്നിട്ട് അതിനെക്കുറിച്ച് വിശദാംശങ്ങളുണ്ട്. അതിൻ്റെ ആ വിശദാംശങ്ങളെക്കുറിച്ച് എന്താണ് മലക്കുകൾ അങ്ങനെ ആ ചോദ്യം ചോദിക്കുന്നതിന് പിന്നിൽ മനുഷ്യരെന്ന് പറയുന്ന ഈ സൃഷ്ടിവർഗത്തിൻ്റെ സമാനമായ പ്രകൃതത്തിലോ അതല്ലെങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തമായ പ്രകൃതത്തിലോ അള്ളാഹ് സൃഷ്ടിച്ച വേറൊരു കൂട്ടരെ കുറിച്ചൊക്കെയുള്ള അഭിപ്രായങ്ങളാണ് ചോദിച്ചത് എന്നുണ്ട്. അല്ലാതെ തിരക്കഥയിൽ നിന്ന് ഒരു ഭാഗം എടുത്ത് വായിച്ചത് മാത്രമാണ് എന്നും, അള്ളാഹ് പറഞ്ഞ കൂട്ടത്തിൽ നിന്ന് ഒരു ഭാഗം മാത്രം ഒരു കോട്ടിംഗ് ആയിട്ട് അള്ളാഹ് ഇതൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ മനുഷ്യൻ്റെ പ്രകൃതവും പറഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ടാണ് മലക്കുകൾ എന്ത് ചെയ്തത്? ചോദിച്ചത്. അതൊന്നും അള്ളാഹ് വിസ്തരിച്ച് പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ ലോകത്ത് വന്ന ആദ്യത്തെ മനുഷ്യൻ്റെ പേര് പറഞ്ഞു. അതുകൊണ്ടാണ് ആദമിന് ഇസ്മ പഠിപ്പിച്ചു. എന്ത് പഠിപ്പിച്ചു? ഇസ്മ പഠിപ്പിച്ചു. വഅല്ലമ ആദമൽ അസ്മാ. മലക്ക് ചോദിച്ചു എന്താണ് ഇയാളുടെ മൗലികമായ വ്യത്യാസം. വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹാ സുമ്മ അറളഹും അലൽ മലായികത്തി ഫഖാല അംബിഊനി ബിഅസ്മാഇ ഹൗലാഇ ഇൻ കുൻതും സ്വാദിഖീൻ. അതായത് സയൻസ് പഠിപ്പിച്ച ആളോട്, അതായത് സയൻസ് പഠിച്ച ഒരു കുട്ടീനോട് ഹ്യൂമാനിറ്റീസിലൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എങ്ങനെ ഉണ്ടാവും? അതേപോലെയാണ് ആദമിനെ പഠിപ്പിച്ച സിലബസിൽ നിന്ന് ആരോട് ചോദിച്ചു? മലക്കിനോട് ചോദിച്ചു. ആദമിനെ പഠിപ്പിച്ച അതേ അറിവ്. അതാണ് ഞാൻ എല്ലാ പ്രഭാഷണത്തിൻ്റെ തുടക്കത്തിൽ ഈ ആയത്ത് ഓതാറുണ്ട്. സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ ഇന്നക അൻതൽ അലീമുൽ ഹക്കീം. പടച്ചോനെ, ഞങ്ങൾ അറിയണമെന്ന് നീ ആഗ്രഹിച്ചതും നീ ഞങ്ങളെ പഠിപ്പിച്ചതുമല്ലാത്ത അറിവ് ഞങ്ങൾക്കുണ്ടോ? ഇതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. മനുഷ്യൻ അറിയണമെന്ന് അള്ളാഹ് ആഗ്രഹിച്ചതും അള്ളാഹ് നമ്മളെ പഠിപ്പിച്ചതുമല്ലാത്ത അറിവ് മനുഷ്യനില്ല. അപ്പോൾ മലക്കുകളായ ഞങ്ങളോട്, അത് യഥാർത്ഥത്തിൽ മനുഷ്യൻ പറയേണ്ടതാണ്, പക്ഷെ മലക്കുകളെ കൊണ്ട് പറയിപ്പിച്ചേ. മലക്കുകൾ പറഞ്ഞു, പടച്ചോനെ, നീ ഞങ്ങളെ പഠിപ്പിച്ച അറിവല്ലാതെ ഞങ്ങൾക്കില്ലല്ലോ. ഇത് പണ്ട് യേശുദാസ് ഒരു പാട്ടിൽ പഠിക്കുമ്പോഴാണ് ഞങ്ങൾ 3ാമത്തെ 4ാമത്തെ വയസ്സിൽ അല്ലേ സുബ്ഹാനക ലാ ഇൽമ ലനാ എന്ന് പറഞ്ഞിട്ടൊരു പാട്ടുണ്ട്. അതിൽ ഹക്കീം എന്നാണ് അദ്ദേഹം പറയുന്നത്. ഞാൻ കുറേ നാൾ വരെ ഹക്കീം എന്നാണ് പറഞ്ഞത്. പിന്നെ ഖുർആൻ ഓതാൻ തുടങ്ങിയപ്പോഴാണ് ഹക്കീം എന്നാണ് മനസ്സിലായത്.
അപ്പോൾ ഈ ചോദ്യം മനുഷ്യന് മലക്കുകളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു അറിവ് കൊടുത്തു. ഇതാണ് അവൻ്റെ ഒരു സോ പെക്യൂലിയർ, സോ സ്പെഷ്യൽ, അതല്ലെങ്കിൽ ആട്രിബ്യൂട്ടഡ്, അത് അയാൾക്കുള്ള ഗുണവിശേഷണം എന്നുള്ളത് അയാൾക്കുള്ള ഇൽമാണ്. പക്ഷെ ഇൽമുള്ള മനുഷ്യന് ആദ്യത്തെ സ്വർഗം എന്ന് പറഞ്ഞാൽ സ്വർഗം തന്നെയാണോ എന്ന് നമുക്കറിയില്ല. ജന്നത്ത് എന്നുള്ളതാണ് അവിടുത്തെ പ്രയോഗം. വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വർഗമാണ് എന്ന് അതിനെക്കുറിച്ച് വ്യാഖ്യാനം നമുക്കൊക്കെ പറയാമെന്നുള്ളതല്ലാതെ ഖുർആൻ ഉപയോഗിച്ച പദം സ്വർഗം എന്നാണ്. അതേ സ്വർഗത്തിലേക്കാണ് നമ്മൾ തിരിച്ചു പോകുന്നത് എന്നുള്ള ചർച്ചയൊന്നും നമ്മൾ നടത്താൻ പടച്ചോൻ തന്നെ നമ്മളെ ഏൽപ്പിച്ചിട്ടില്ല. കാരണം പടച്ചോൻ നമ്മളെ എവിടെയെങ്കിലും തന്നെ ലാൻഡ് ചെയ്യിപ്പിച്ചാൽ തന്നെ നമ്മൾ സന്തുഷ്ടരാണ്. അപ്പോൾ അവിടെ വിലക്കുണ്ട്. സ്വർഗത്തിൽ വിലക്കില്ലല്ലോ, യഥാർത്ഥ സ്വർഗത്തിൽ വിലക്കില്ല. പക്ഷേ ആദ്യത്തിൽ ഭൂമിയിലേക്ക് വേണ്ടി തന്നെയാണെന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ചിലർ പറയും അവിടെ ആയതുകൊണ്ടുള്ള ശിക്ഷയാണെന്നൊക്കെ. അങ്ങനെയല്ല, ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് മനുഷ്യനെ വൈദ്കാല റബ്ബുക്കലിൽ മലായികത്തി ഇന്നി ജാഇലുൻ ഫിൽ അർളിൽ ഖലീഫയായിട്ടാണ് മനുഷ്യനെ സൃഷ്ടിക്കുന്നത്. പക്ഷെ ആദ്യം താമസിപ്പിച്ച കുറച്ച് ഇന്നലെ റഹീം സാഹിബിനെ വിളിച്ചിട്ട് പറഞ്ഞു, എന്താണ് നിങ്ങൾ നേരത്തെ തന്നെ 2 ദിവസം ഇവിടെ താമസിച്ചിട്ട് നിങ്ങൾ അതേപോലെ പരിപാടി വേറെയാണ്, പക്ഷെ താമസം അതെ. അപ്പോൾ അതിന് ടൈമിലും കിട്ടാൻ ഇറങ്ങിയാൽ മതി. പക്ഷെ അതിനു മുമ്പ് ഭൂമിയിലേക്ക് പോകേണ്ടവരാണെന്നുള്ളത് നിങ്ങൾ തെളിയിക്കും. അപ്പോൾ അവിടെയാണ് ഫലാ തഖ്റബ ഹാദിഹി ഷജറ, ഈ എന്ത് കഴിക്കരുത്, ഒരു അതെന്താണെന്ന് പോലും പറഞ്ഞിട്ടില്ല. ഫോർബിഡൻ ഫ്രൂട്ട് ഈസ് സ്വീറ്റ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. വിലക്കപ്പെട്ട കനിക്ക് മധുരമേറും, നമ്മളതിനെ സമീപിക്കും എന്നൊക്കെ പറഞ്ഞ്. അത് സംഭവമാണോ, അതല്ല മരത്തിലെ പഴം കഴിച്ചതാണോ, ഇത് മെറ്റഫറാണോ, അതായത് രൂപകമാണോ, സിമ്പിളാണോ, അതെന്നൊക്കെ ഒരുപാട് ഈ ചർച്ചയല്ല പ്രധാനം. ചർച്ച പ്രധാനമാണെന്നുണ്ടെങ്കിൽ അള്ളാഹ് എന്നെ അവിടെ പറയുമായിരുന്നു. പക്ഷേ വലാ തഖ്റബ ഹാദിഹി ഷജറ എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹ് അതിലെന്തോ ഒരു ഉദ്ദേശം കണ്ടിട്ടുണ്ട്, പോകരുത്. അപ്പോൾ അള്ളാഹ് മനുഷ്യനോടുള്ള ഗുണകാംക്ഷ കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്. അള്ളാഹ് പറയുന്ന ഒരു സംഗതിയിൽ മനുഷ്യനുള്ള ഗുണകാംക്ഷ ഉണ്ടെന്ന് കരുതി. പക്ഷേ ആര് വന്നു? ഇബ്ലീസ് വന്നു. ഇബ്ലീസ് എന്നുള്ളത് അന്നത്തെ കോൺസെപ്റ്റിൽ യഥാർത്ഥത്തിൽ വ്യക്തി തന്നെയാണ്. ഇബ്ലീസ്, ശൈത്താന്, വസ്വാസ് എന്നുള്ളതിനൊക്കെ ഒരുപാട് തലങ്ങളുണ്ട്. പക്ഷേ അന്നത്തെ ഇബ്ലീസ് ഉണ്ടല്ലോ, നമ്മൾ ഈ പറയുന്ന അത് ഒരു ക്യാരക്ടർ തന്നെയാണ്. ആ ഇബ്ലീസ് വന്നിട്ട് പറഞ്ഞത്, എന്തിനാണ് പടച്ചവൻ നിന്നെ ഇതിൽ നിന്ന് തടുത്തതെന്ന് അറിയുമോ? എന്തായിരുന്നു? ഇല്ലാ തക്കൂന മലക്കൈനി, നീ ഇപ്പം മനുഷ്യനല്ലേ, നിങ്ങൾ ശരിക്കും എന്താവേണ്ട ആളാ? മലക്കുകളാവേണ്ടതായിരുന്നു. പക്ഷെ പടച്ചോൻ നിന്നെ എന്ത് ചെയ്തു? അവരൊക്കെ പ്രകാശത്തിൽ നിന്ന് സൃഷ്ടിച്ച് മലക്കാക്കി, നിന്നെ സൃഷ്ടിച്ച് എന്താക്കി? മനുഷ്യനെ. നിങ്ങൾ മലക്കുകളാകുന്നതിന് തടസ്സമാണ്. അം തക്കൂന മിനൽ ഖാലിദീൻ, നിങ്ങൾ ശാശ്വത ഭാവം കൈവരിക്കുന്നതിൽ നിന്നും നിങ്ങൾക്ക് തടസ്സമേതാ? ഈ ഫ്രൂട്ട് കഴിക്കണം. ഇനിയിലക്കും നാസിഹുൻ അമീൻ നാസഹ മുഹ്മ എന്നാ പറഞ്ഞ് ഗുണകാംക്ഷ രൂപത്തിലാണ് ആര് വരിക? ഇബ്ലീസ് വരിക. നമ്മളോട് ഏറ്റവും സ്നേഹമായിരിക്കും എന്നറിയോ? ഇബ്ലീസ്. നമ്മളോട് ഏറ്റവും സ്നേഹം ഇബ്ലീസിനെ. ഇബ്ലീസ് പറയും, ഇങ്ങനെ നോക്കിയാലൊന്നും ജീവിക്കാൻ പറ്റൂല, ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ജീവിച്ചേ പറ്റൂ. അത് അന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് ദിവസം ദ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറിൽ നിന്ന് തുടങ്ങിയിട്ടുണ്ട്. പടച്ചോൻ അങ്ങനെ പറയും, അത് വേണ്ട. ഇസ്ലാം അങ്ങനെ പറയും, അത് വേണ്ട. പക്ഷേ ഞാൻ എന്നോട് സ്നേഹമുള്ളതുകൊണ്ട് പറയാണ്, അത് പ്രശ്നമല്ല. ഇത് നമ്മൾ പല രീതിയിൽ കാണും. നിങ്ങളുടെ ജീവിതത്തിലും നമ്മുടെ ജീവിതത്തിലൊക്കെ ഇത് വ്യത്യസ്തമായ കാര്യകാരണ സന്ദർഭങ്ങളായിരിക്കും. അത് നിങ്ങൾ പൂരിപ്പിച്ചോളി. എൻ്റെ വിഷയം ഇതൊന്നുമല്ല കേട്ടോ, അത് നബിയുടെ ഇബ്ലീസിൻ്റെ ചരിത്രമല്ല. ഈ ഇൽമ് പഠിപ്പിച്ചു എന്നുള്ളത് കൊണ്ട് തെറ്റ് ചെയ്യാതിരുന്നോ മനുഷ്യൻ? ആദ്യം ഇൽമ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. അല്ലമ ആദമിന് കുറേ ഇൽമ പഠിപ്പിച്ചു എന്ന് പറഞ്ഞാൽ മനുഷ്യന് ഇൽമ പഠിപ്പിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ എന്തോ ഒരു അറിവായിരിക്കും. ഇന്നത്തെ പോലെ ഈ ലോകത്തുള്ള എല്ലാ വസ്തുക്കളുടെ ഇൽമ പഠിപ്പിച്ചിട്ടൊന്നും ഉണ്ടാവില്ല. മനുഷ്യന് വേണ്ട അത്യാവശ്യ കാര്യങ്ങളുടെ ഇൽമ അള്ളാഹ് ഇട്ടുണ്ടാവും. കാരണം മനുഷ്യൻ്റെ ഒരു ചിന്താ പ്രോസസ്സുണ്ട്. ചിന്താ പ്രോസസ്സിന് ആദ്യം കുറച്ചൊരു അറിവുണ്ടായാൽ മാത്രമേ അടുത്തൊരു അറിവിലേക്ക് പോകാൻ പറ്റുള്ളൂ, അല്ലേ? നിങ്ങൾക്ക് ഒരു അറിവില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ എനിക്കിവിടെ പ്രസംഗിക്കാൻ പറ്റുമോ? ഇല്ല. നിങ്ങളിവിടെ അധ്യാപകരായ ആളുകളുണ്ട്. ഒട്ടും അറിവില്ലാത്തൊരു കുട്ടിയെ നിങ്ങൾക്ക് +2 പഠിപ്പിക്കാൻ പറ്റുമോ? ഇല്ല. ആദ്യം ഒരു 10ാം ക്ലാസ്സിൻ്റെ ഒരു അറിവെങ്കിലും വേണം. അങ്ങനെയുള്ളവർക്ക് ഇങ്ങനെ UP വേണം, LP വേണം, ഇങ്ങനെ പുറകിലായിട്ട് വേണം. അല്ലാത്തവർക്ക് ഒരു ബ്രിഡ്ജ് കോഴ്സെങ്കിലും വേണം. അള്ളാഹ് ഒരു ബ്രിഡ്ജ് കോഴ്സ് നടത്തിയെന്നാണ് ഇപ്പോൾ അതിൻ്റെ അർത്ഥം. ഏറ്റവും ചുരുങ്ങിയെന്ന് സങ്കല്പിക്കുക, നമുക്ക്
ആദമിന് കൊടുത്ത അറിവ്, ആദം മലക്കുകളിൽ നിന്ന് വ്യത്യസ്തനായെങ്കിലും അള്ളാഹ് ആദ്യമായി പറഞ്ഞ ഒരു നിർദ്ദേശത്തെ പോലും ലംഘിക്കാതിരിക്കാൻ ഉള്ള ഒരു കഴിവായിരുന്നില്ല. ലംഘിച്ചുപോയി അല്ലേ? ഷെയ്ത്താൻ അതിനകത്തൊരു നല്ല മരമുണ്ട്, അതിൽ അതിർപ്പത്തേർന്നൂറുന്ന കനിയുണ്ട്, അതിനോടടുക്കരുതെന്നാണ് അന്ന് ആദമിനുള്ള വിലക്കാണ്. പക്ഷേ ഇബ്ലീസ് ആ സുഖത്തോപ്പിൽ കയറുന്നു, ആദമിൻ ചിന്ത കെടുത്തുന്നു, അതിമോഹക്കണി പണിയുന്നു, തൻ്റെ അപകടച്ചതിയിൽ പെടുത്തുന്നു. എന്താ ഇബ്ലീസ് ചോദിച്ചത്? അക്കനി തിന്നാൻ കൊതിയില്ലേ, തെല്ലു യുക്തി വിചാരം നിനക്കില്ലേ, ശക്തി നിനക്കു ലഭിക്കില്ലേ, തിന്നാൽ ശാശ്വത ജീവിതം ഒക്കില്ലേ എന്നാണ്. പണ്ട് നിങ്ങൾ പഠിക്കുന്ന കാലത്ത് കേട്ട SI ഒക്കെ ഇറക്കിയ ഒരു പാട്ടാണ്. അപ്പോൾ ഈ അറിവുണ്ടായിട്ടും തെറ്റുപറ്റിയ മനുഷ്യനുള്ള ശിക്ഷയൊന്നുമല്ല. ഈ തെറ്റ് പറ്റിയോടുകൂടി തന്നെ എന്ത് ചെയ്തു? ഖുൽ നഹ്ബിത്തു മിൻഹാ ജമിയ, നിങ്ങൾക്കൊരു ശിക്ഷ തരാൻ പോകുന്നു, അതുകൊണ്ട് പോകൂ എന്നൊന്നും ഖുറാനിൽ നിന്ന് നേരിട്ട് കാണാൻ പറ്റൂല. നിങ്ങൾ ഭൂമിയിലേക്ക് പോകും. ഭൂമിയിലേക്ക് പോയി, മനുഷ്യൻ ഭൂമിയിലേക്ക് പോയി. പക്ഷെ ഭൂമിയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് അവിടെ എന്താണ് എമിഗ്രേഷൻ പ്രോസസ്സിൽ എന്ത് പറഞ്ഞു? ഖുൽ നഹ്ബിത്തു മിൻഹാ ജമിഅ ഫഇമ്മാ യഅതിയന്നകും മിന്നി ഹുദൻ ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ഇവിടെ നിങ്ങൾക്ക് ഹുദ വേണ്ട ജീവിക്കാൻ. പക്ഷേ ഭൂമിയിലേക്ക് പോകുമ്പോൾ എന്ത് വേണം? ഇൽമു മാത്രം പോരാ. ഇൽമുണ്ട് മനുഷ്യന്. ഇൽമുള്ള മനുഷ്യനോടാണ് അള്ളാഹ് പറയുന്നത്, ഫഇമ്മാ യഅതിയന്നകും മിന്നി ഹുദ, നിങ്ങൾക്ക് ഹുദ വരുമ്പോൾ, ഫമൻ തബിഅ ഹുദായ, എൻ്റെ ഹുദയെ അപ്പോൾ ആർ പിൻപറ്റുന്നുവോ, ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർക്ക് രണ്ട് അവസ്ഥകൾ ഉണ്ടാവില്ല. നമ്മൾ ഇന്ന് ദുനിയാവിൽ പറയുന്ന എല്ലാ ദൈന്യതയുടെയും സങ്കടത്തിൻ്റെയും പ്രതിസന്ധിയുടെയൊക്കെ പേരുകളെ രണ്ട് പേരുകളിൽ ആറ്റിക്കുറുക്കിയെടുത്താൽ അതിന് പറയുന്ന പേരാണ് ഒന്ന് ഖൗഫ്, മറ്റൊന്ന് ഹുസ്ന്, പേടിയും ദുഃഖവും. മനുഷ്യന് ഈ രണ്ട് കാര്യങ്ങളെ സംബന്ധിച്ചുള്ള സംഗതിയായിരിക്കും മനുഷ്യൻ്റെ ബേജാറ്. ഒന്നുകിൽ പേടി അല്ലേ, അല്ലെങ്കിൽ ദുഃഖം. പേടി വരാനുള്ളതിനെ സംബന്ധിച്ചാണ്, ദുഃഖം കഴിഞ്ഞു പോയതിനെ സംബന്ധിച്ചാണ്. ഈ ഖൗഫും ഹുസ്നൊക്കെ പഠിച്ച ആളുകളായിരിക്കും നിങ്ങൾ. പക്ഷെ നിങ്ങളോട് ശ്രദ്ധിച്ചോ, ഇൽമ ആദ്യം കൊടുത്തു, ഹുദ പിന്നെ ഇങ്ങനെ വന്നോളൂന്നും പറഞ്ഞു ഇല്ലേ? ആയത്തന്നെയാണല്ലോ. ഞാൻ ഈ ഹദീസ് ഉദ്ധരിക്കാതെ ഖുർആൻ തന്നെ ഉദ്ധരിച്ച് പറയുന്നതെന്ന് വെച്ചാൽ ഈ ഹദീസുകളെ കുറിച്ച് പ്രത്യേകിച്ച് നിങ്ങൾക്കൊരു പ്രശ്നം വേണ്ട എന്ന് കരുതിയിട്ടാണ്. ഹുദ വരും, ഫമൻ തബിഅ ഹുദായ, എൻ്റെ ഹുദയെ നിങ്ങൾ പിൻപറ്റണം. ഹുദയോടുകൂടിയാണ് ഈ ലോകത്ത് ആര് വന്നതെന്ന് പറയുന്നുണ്ട്. ഹുവല്ലദി അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അല, അവസാനത്തെ റസൂലിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് റസൂലിനെ കുറിച്ച് പറയണേ. ഹുവല്ലദി അർസല റസൂലഹു ബിൽ ഹുദ, അവസാനത്തെ റസൂലിനെ, വെറും ഹുദയല്ല, അൽ ഹുദ, ദ ഗ്രേറ്റ് ഗൈഡൻസ്, ഇതുമായി കൊടുത്ത് പറഞ്ഞയച്ചത് അള്ളയാണ്. എന്താണ് തൗറാത്തിൽ ഫീഹി ഹുദ അല്ലേ? എല്ലാത്തിലും ഹുദയാണ്. പക്ഷെ അവസാനത്തെ റസൂല് അൽ ഹുദയാണ്. അതല്ലെങ്കിൽ ആ അവസാനത്തെ റസൂലിനൊപ്പം വന്ന ഖുർആൻ അൽ ഹുദയാണ്. പക്ഷെ ഈ അവസാനത്തെ റസൂൽ വരുമ്പോൾ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഞാൻ 14 കോടിയുടെയും 18 കോടിയുടെയൊക്കെ മക്കയിൽ അന്ന് 3000 പേരുള്ളൂ. മക്കയിൽ മൊത്തം 3000 പേരുള്ളൂ. അതിൽ ആ കൂടി 14 പേർക്ക് എഴുതാനും വായിക്കാനും അറിയൂ. മക്കയിൽ അന്നത്തെ കണക്ക് പ്രൊഫസർ ഹമീദുള്ളയുടെ പുസ്തകമൊക്കെ വായിച്ചാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി അതിലൊരു ചരിത്രപാഠം പഠിക്കുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ പ്രഭാഷണം എന്ന് പറയുന്ന ഈ ഒരു ചെറിയൊരു സമയത്തേക്കാളൊക്കെ കൂടുതൽ നിങ്ങൾക്ക് ഒരുപാട് സഹായകമാകുന്ന സംഗതിയാണ് പ്രൊഫസർ ഹമീദുള്ളയുടെ പഴയ ഈ പുസ്തകങ്ങൾ. ഒരുപാട് പുസ്തകങ്ങൾ ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരുപാട് 100-ലധികം പുസ്തകങ്ങൾ ഈ വിഷയത്തിൽ മാത്രം. ഇപ്പോൾ അവസാനത്തെ റസൂല് വരുമ്പോൾ നമ്മളിപ്പോൾ ഈ ദൈന്യതയുടെയും നിരാശയുടെയും ഇതിനെക്കുറിച്ചൊക്കെയാണല്ലോ പറയുന്നത്. അവസാനത്തെ റസൂല് വരുമ്പോൾ ഭൂമിയിൽ എത്ര വിശ്വാസികളുണ്ട്? 1,24,000 ജില്ലാനും പ്രവാചകന്മാർ വന്നല്ലോ. FFFൻ്റെ മീറ്റിംഗ് ഒരു എത്രയോ നാൾ കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ ആരും ഇല്ലാതായാലും അങ്ങനെ ഉണ്ടാവും. അപ്പോൾ പ്രൈം സൈവിന് ഭയങ്കര വിഷമമാവും. നമുക്ക് പണ്ടത്തെ തുടങ്ങിയ പോലെ അല്ലേ, നമ്മൾ തന്നെ ഇട്ടുപോകും. എന്നാൽ ചില ഭാഗത്തൊക്കെ ചില ഇംഗ്ലീഷ് മീഡിയം സ്കൂളൊക്കെ നടത്തിയിട്ട് ഇപ്പോൾ അവിടെ എന്താണ് വാപ്പാൻ്റെ ട്യൂഷൻ ഫീസ് വരെ നമ്മൾ വഹിക്കുക എന്ന് പറഞ്ഞാലും
ആളെ കിട്ടൂല. അപ്പം അങ്ങനെ ഉണ്ടല്ലോ, വാപ്പ വല്ല കോഴ്സിന് പോകണമെങ്കിൽ അതും ഇപ്പോൾ ഓഫർ അങ്ങനെയൊക്കെയാണ്. ചില സംഗതികൾക്ക് എന്താണ് തുടങ്ങുന്ന കാലത്തുള്ള വലിയ പ്രസക്തി പിന്നീട് മുന്നോട്ട് പോകുമ്പോൾ ഒരു സ്കഫോൾഡിങ് മെഷേഴ്സായ കുറേ കാര്യങ്ങളൊക്കെ അങ്ങനെയായിരിക്കും. പിന്നെ അതിന് ശേഷം അത് അതേപോലെ ഉണ്ടാവണമെന്നില്ല, അതിൻ്റെ അപ്പുറത്തുള്ള സ്റ്റെപ്പിലേക്കൊക്കെ വരും. എന്നാൽ ഞാൻ ആലോചിക്കുന്ന, അതല്ലെങ്കിൽ നിങ്ങൾ ആലോചിക്കണം, ഞാൻ മാത്രമൊന്നുമല്ല നിങ്ങളൊക്കെ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്, അവസാനത്തെ റസൂല് ഭൂമിയിൽ വരുമ്പോൾ നമ്മൾ പറഞ്ഞ ഖുർആൻ തന്നെ അതിന് പറയുന്നുണ്ട്, ഖുർആനിലായത്ത് തന്നെ ഉദ്ധരിക്കുന്നുള്ളൂ, ഇത്തന്തിറ ഖൗമമ്മ ഉന്തിറ ആബാഉഹും ഫഹും ഗാഫിലൂൻ, സൂറത്ത് യാസീൻ. അവസാനത്തെ റസൂല് വന്ന് അവസാനത്തെ സമയത്ത് വരുമ്പോൾ ഈ ഭൂമിയിൽ ആരുമില്ല സപ്പോർട്ട് ചെയ്യാൻ. 13 കൊല്ലം കൊണ്ട് റസൂലിന് മക്കയിൽ, ഞാൻ നേരത്തെ റാഷിദ് സാഹിബ് പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. കാരണം ആ വിഷയം അങ്ങനത്തെ ഒരു പ്ലൂറലിസ്റ്റ് സൊസൈറ്റിയുടെ ഒരു കാര്യം പറയുമ്പോൾ ഉള്ളൊരു വിഷയമാണത്. പക്ഷെ അതേസമയം റസൂൽ എന്ന് പറയുന്ന 40 വയസ്സ് വരെ തങ്ങളുടെ സൂക്ഷിപ്പ് മുതൽ ഒരു ജാമ്യത്തിൻ്റെ അല്ലെങ്കിൽ പണയവസ്തുവിൻ്റെ വേറൊരു സംഗതിയില്ലാതെ തന്നെ ഏൽപ്പിച്ചിരുന്ന ആളാണ് ആര്? അതിനൊരു കച്ചീട്ട് എന്ന് പറയില്ല നമ്മൾ, മറ്റേ പോലീസ് സ്റ്റേഷനിൽ നിന്ന് എന്ത് സാധനം കൊടുത്താലും ഒരു സാധനം ഒരു കച്ചീട്ട് കൊടുക്കും. കച്ചീട്ട് പോലും ആവശ്യമില്ലാത്ത രീതിയിൽ റസൂല് അത്രമേൽ വിശ്വസ്തനായിരുന്നു. റസൂലിന് തോന്നിയിരുന്നു എന്ത്, ഇത് എനിക്ക് സത്യസന്മാർഗം കിട്ടിയപ്പോൾ ഞാനിത് പറഞ്ഞാൽ മതി, എല്ലാവരും സ്വീകരിക്കുമെന്ന്. ഏറ്റവും മികച്ച വ്യക്തിത്വം ആര്? റസൂൽ. മക്കയിലെ ഏറ്റവും മികച്ച വ്യക്തിത്വം അൽ അമീൻ. 13 കൊല്ലത്തിനിടയിൽ ഈ 3000 പേരിൽ നിന്ന് 100ഓളം പേരല്ലാതെ റസൂലിനെ സപ്പോർട്ട് ചെയ്തോ? നിങ്ങൾ നിരാശയും ദൈന്യതയും പറയരുതെന്നൊക്കെ ഇങ്ങനെ ഇടയിൽ ഇങ്ങനെ പറഞ്ഞു. ഞാൻ ഈ സാധനമൊക്കെ പറയുന്നത്, ഇത് നമ്മൾ എന്ത് പറയുമ്പോൾ ജാമ്യവും മാന്യമായിട്ട് പറയാമെന്ന് പറയും. ജാമ്യവും എല്ലാം ഉൾക്കൊള്ളുകയും മാന്യവും എന്ന് പറഞ്ഞാൽ പഴുതില്ലാതെ ഒരു സംഗതി പറയുകയും ചെയ്യണം. റസൂലിൻ്റെ സ്വഭാവത്തിൽ പ്രശ്നമുണ്ടായിരുന്നു. റസൂലിന് എന്തെങ്കിലും പ്രശ്നമുണ്ടായിരുന്നു. റസൂലിൻ്റെ ഒപ്പം കൂടിയ ആളുകളല്ലേ മക്കയിലത്തെ ഏറ്റവും ഉഷാർ ആൾക്കാർ? അബൂബക്കർ സിദ്ദീഖ്. എന്തുകൊണ്ടാണ് സിദ്ദീഖ് എന്ന് പറഞ്ഞാൽ? റസൂൽ പറഞ്ഞാൽ പിന്നെ എനിക്ക് അതിൻ്റെ വേറെ യുക്തിയൊന്നും കേൾക്കണ്ട. സിദ്ദീഖ്. ഉമർ ബിൻ ഖത്താബ്, ഉസ്മാൻ ഉസ്മാൻ ബിൻ അഫ്ഫാൻ, അലി ബിൻ അബി താലിബ്, ഇങ്ങനെയൊക്കെയുള്ള സാഹിബിങ്ങളല്ലോ. നിങ്ങൾ അശ്റത്തുൽ മുബശ്ശറയിൽ എല്ലാവരും എടുത്തു നോക്കും, ഒക്കെ ബെൻസ് കാറുള്ള ആൾക്കാരായിരുന്നു. ബെൻസ് കാറുള്ള ആൾക്കാരായിരുന്നു എന്ന് പറഞ്ഞാൽ നല്ല ബിസിനസ്സുകാരായിരുന്നു. ഈ റസൂലിൻ്റെ ഈ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ആൾക്കാരിൽ സുബൈർ ബിൻ അവാം, നമ്മൾ ബാക്കിയുള്ളവരെ കുറിച്ച് പറയും. സുബൈർ ബിൻ അവാം മരിക്കുന്ന സമയത്ത് 5,76,00,000 ദീനാറാണ് അനന്തര സ്വത്ത്. 4 ഭാര്യമാർക്കും 1/8 വീതിച്ചിട്ട് തന്നെ ഓരോരുത്തർക്ക് 28 ലക്ഷം ദീനാർ കിട്ടിയതെന്നാണ്. 1/3 വസിയത്ത് കൊടുത്തു കഴിഞ്ഞിട്ട് ബാക്കി വീതം ചെയ്തതിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എല്ലാവരും പ്രമുഖർ. സുബൈർ ബിൻ അവ്വാം, സഅദ് ബിൻ അബി വഖാസ്, സഈദ് ബിൻ സെയ്ദ്, അബ്ദുറഹ്മാൻ ബിൻ ഔഫ്, തൽഹത്ത് ബിൻ ഉബൈദില്ല. ആദ്യകാലത്ത് അസാബിഖൂനൽ അവ്വലൂൻ ഉണ്ടോ, ആദ്യകാലത്ത് റസൂലിന്റെ കൂടെ ഉള്ളവരാണ്. ഇവരോട് എന്തിന് എതിർപ്പ്? മക്കളുടെ 3000 ആളുകൾക്ക്. ഞാൻ നേരത്തെ പറഞ്ഞ നല്ല സ്വഭാവമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആൾക്കാർ കൂടെ ഉണ്ടാവുന്നുള്ളോ. ഇപ്പൊ നിങ്ങൾ നേരത്തെ പറഞ്ഞ് റസൂല് വന്നിട്ട് സഫാക്കുന്നുമ്പോൾ കയറി. അന്നത്തെ വാട്സപ്പും ഫേസ്ബുക്കും സഫാക്കുന്ന നമ്മൾ എന്തുണ്ടായാലും അങ്ങനെയുള്ളൂ. അയ്യപ്പൻ്റെ അമ്മ നെയ്യപ്പൻ ചുട്ടു, കാക്ക കൊത്തി നെറ്റിലിട്ടു എന്നാണ് ഇപ്പോൾ. അപ്പോൾ അതേപോലെ എന്ത് കിട്ടിയാലും നമ്മൾ ആദ്യം ചെയ്യും, ഏതെങ്കിലും ഗ്രൂപ്പിലിടും. അത് നമ്മളായിട്ട് ഇടാതിരുന്നാൽ അത്. റസൂലിൻ്റെ കാലത്ത് എനിക്ക് വാന്തിർ അഷീറത്തക്കൽ അക്രബീൻ, നീ ഇത് പോയി ഇത് പറയൂ, എന്ത് മുന്നറിയിപ്പ് കൊടുക്കൂ. റസൂല് പോയി. ആദ്യമൊക്കെ പനിച്ചു കിടന്നു എന്നുണ്ടെങ്കിലും അല്ലേ, ഇക്രൈൻ്റെ ചരിത്രം വേറെയാണ്. പിന്നെ മുസമ്മിലും മുദ്ദസ്സിറൊക്കെ വരുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇറങ്ങി പുറപ്പെട്ട് അവിടെ പോയിട്ട് വാസബാഹ അല്ലേ വിളിച്ചു പറഞ്ഞു. മക്കയിൽ എല്ലാവരും വിളിച്ചു പറയാൻ വേണ്ടി കയറിയിരുന്ന കുന്നാണ് സഫാ കുന്ന്. അന്നത്തെ സോഷ്യൽ മീഡിയ ആണ്. പക്ഷെ അവിടെ കയറുന്ന ആൾക്കാരൊക്കെ ഡ്രസ്സ് ഇടാതെയാണ് കയറുക. എന്നാലേ നേരത്തെ പറഞ്ഞാലും ഗുമ്മുണ്ടാവുള്ളൂ എന്ന് പറഞ്ഞില്ലേ. എല്ലാവരുടെയും ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ടാണ് അവിടെ കയറി നിന്ന് വസ്ത്രം ധരിക്കാതെ നിന്ന് വിളിച്ചു പറയും. കാരണം എല്ലാവരുടെ അറ്റൻഷൻ കിട്ടും. കാരണം നിങ്ങളെ ബാധിക്കാൻ പോകുന്ന എന്തോ ഒരു പ്രശ്നം അവിടെ നിന്ന് വിളിച്ചു പറയുന്ന ആളാണ്. പക്ഷെ റസൂൽ അവിടെ ഡ്രസ്സ് ഇട്ട് കയറി. അതായത് ഏത് പ്ലാറ്റ്ഫോമും നമുക്ക് ഉപയോഗിക്കാമെന്നും
അത് മാന്യതയോടുകൂടിയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതിൻ്റെ തെളിവും കൂടിയാണ് റസൂൽ ആ സഫാക്ക് നമുക്ക് കയറിയത്. അവിടെ തന്നെ കയറിയത് ഇസ്ലാമിൽ എല്ലാ സംഭവം ഈ സൊഫയെ മറവയിലൊക്കെ ഇങ്ങനെ ചുറ്റുന്നത് പഴയ വലിയ ആചാരവുമായി ബന്ധപ്പെട്ട പ്രശ്നമുണ്ടാകും. ആളുകൾക്ക് ഭയങ്കര പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ ഇസ്ലാമിൻ്റെ കാലത്തും സഫയും മറവയിലൊക്കെ പോകണമെന്ന്. അപ്പോഴാണ് അള്ളാഹ് പറഞ്ഞു ഇന്ന സഫ വൽ മറവത്ത മിൻ ശആഇരില്ല, അവിടെ പോയിക്കോ, അതെന്താ പ്രശ്നം? അള്ളാഹ് പറഞ്ഞാൽ അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. നമ്മുടെ വിഷയം അതല്ല. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഫാ കുന്നിൽ അവിടെ ഇങ്ങനെ കയറി നിന്ന് പറഞ്ഞിട്ട് അവിടെയുള്ള ആളുകൾ പറഞ്ഞു, എന്ത് തബ്ബല്ലക്ക അലിഹാദ ജമഅതന, ഇജിബ് ഇതിനെ വിളിച്ചത്. ഒരാൾ തകർന്നു പോകും. ഖുർആൻ പറയുന്നത് ഫലഅല്ലക ബാഖിഉൻ നഫ്സക അലാ ആസാരിഹിം ഇല്ലം യുഅ്മിനു ബിഹാദൽ ഹദീസി അസഫ. ഒരു സമയം ആത്മഹത്യ ചെയ്താലോ എന്ന് വരെ നിനക്ക് തോന്നിപ്പോകും. ഫലഅല്ലക എന്ന് പറഞ്ഞേ ആരോട് പറഞ്ഞ? സൂറത്തുൽ കഹ്ഫിലെ ആയത്തുണ്ടോ? റസൂലേ, ഇക്കൂട്ടർ ഞാൻ പറയുന്നത് ചെവിക്കൊള്ളുന്നില്ലല്ലോ എന്നാലോചിച്ച് നീ എന്ത് ചെയ്തേക്കാം? ഇതൊന്നും വേണ്ട. അലാ ആസാരിഹിം ഇല്ലം യുഅ്മിനു ബിഹാദൽ, അത്രമാത്രം ഹൃദയവേദന നിനക്കുണ്ടായേക്കാം. നീ എല്ലാവരും നിന്നെ വമാ അലൈക ഇല്ലൽ ബലാഗ്, നിനക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ള പണിയെ ഉള്ളൂ. ലസ്ത അലൈഹിം ബി മുസൈത്തിർ, നീ ആരുടെ മേലും സബ്കെ ഊപ്പർ തോപ്നെ വാലെ നെയ്യ്, ആരുടെ മേലും മുസല്ലത്ത് കർണെ വാലെ നെയ്യ്, ഇതൊന്നും അടിച്ചേൽപ്പിക്കുന്ന ആളല്ല നീ. അപ്പോൾ റസൂലിന്, അവസാനത്തെ റസൂലിന് കിട്ടിയ അനുയായികളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. 0. ആദ്യം വരുമ്പോൾ സമയത്ത് ആരുമില്ല. മക്കയിൽ ആ കൂടി 4 പേരാണ് സത്യാന്വേഷക സംഘം തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അവരന്ന് ക്രിസ്ത്യാനികളായി മാറിയിരുന്നു. മക്കയിൽ ഹനീഫിയൂൻ എന്ന് അറിയപ്പെടുന്ന ആൾക്കാർ ഒന്ന് ഉബൈദുല്ലാ ബിൻ ജഹ്ഷ്, അതുപോലെ തന്നെ ഉസ്മാൻ ബിൻ ഹുവൈരിസ്, വർക്കത്ത് ബിൻ നൗഫൽ ഇല്ലേ, മറ്റേ വർക്കത്ത് ബിൻ നൗഫൽ ബിൻ അസദ്, മറ്റേ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ കുടുംബക്കാരൻ. ഇവരൊക്കെ അന്വേഷിച്ച് പോയി. എവിടെ പോയി? ക്രിസ്ത്യാനിറ്റിയിലെത്തിയിരുന്നു. 4 പേരെ അങ്ങനെ സത്യാന്വേഷണം. അപ്പോൾ യഥാർത്ഥ ഇസ്ലാമിൻ്റെ ആളുകൾ എന്ന് നമ്മൾ പറയുമല്ലോ. അപ്പോൾ ഇത് ചരിത്രപരമായി ഇതിൻ്റെ സത്യസന്ധതയോടുകൂടി ഇതിനെ സമീപിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നത് ഇത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമല്ല സംഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ ചരിത്ര പാഠങ്ങളിൽ ഞാൻ ഇന്ത്യൻ മുസ്ലിങ്ങളുടെ മൊത്തം പ്രതിസന്ധിയും ഇതൊക്കെ വെച്ചുകൊണ്ട് ഒരു സാധനം പറയാമെന്നൊക്കെ ആദ്യം കരുതിയിരുന്നത്. അത് പറയും ഇൻഷാ അല്ലാഹ്, അതിന് എൻ്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. പക്ഷെ ആദ്യം ഈ ഭാഗം പറയാതെ നമ്മൾ അതിലേക്ക് പോയാൽ ഈ പറഞ്ഞ പോലെ നിരാശയും ഇതൊക്കെയാണ് തോന്നിയതുകൊണ്ടാണ്. ആദം നബി അലൈഹി സ്വലാം, ഇപ്പോൾ നമ്മുടെയൊക്കെ പ്രശ്നം ജെൻസിയുടെ പ്രശ്നമുള്ളോ അല്ലേ? പുതിയ ജനറേഷൻ്റെ പ്രശ്നം. അവർ എന്ത് ചെയ്യുന്നു? വെഞ്ഞാറ് കൂട്ടക്കൊല നടത്തുന്നു എന്നൊക്കെയല്ല. ഞാൻ നോക്കുമ്പോൾ ഈ ലോകത്ത് ആദ്യത്തെ പ്രവാചകൻ്റെ ഒരു മറ്റൊരു മോനെ കുത്തിക്കൊല്ലുന്നു. ഫസ്റ്റ് ജനറേഷനിൽ തന്നെ പ്രശ്നം, എന്നിട്ടല്ലേ ന്യൂ ജനറേഷൻ. ഇത് മനുഷ്യന്റെ പ്രകൃതത്തിൽ വയസ്ഫിക്കുദ്ദിമ. നേരത്തെ തന്നെ ആര് പറഞ്ഞിട്ടുണ്ട്? മലക്കുകളുടെ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇവൻ ആരാണ്? മനുഷ്യൻ രക്തം ചിന്തുന്നവനാണ്. രക്തം ചിന്ത എന്ന് പറഞ്ഞാൽ മനുഷ്യർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മാന്യമായൊരു ഡിസ്റ്റൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ മനുഷ്യന് പോകുന്ന മറ്റവനെ കൊല്ലണം തന്നെയാണ്. പിന്നെ ചിലവരൊക്കെ സഹിക്കേണ്ടത് എന്തുകൊണ്ടാണെന്ന് അറിയോ? പറ്റാത്തതുകൊണ്ടാണ്. കൊല്ലണം. അതായത് അയാൾ ജീവിക്കാൻ പോലും അർഹനല്ല എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് നമുക്ക് ചുറ്റും കാണുന്ന ആളുകൾ തമ്മിലുള്ള ദേഷ്യത്തിൻ്റെ ഒക്കെ പരിഹാരമായി പോലും മനസ്സിൽ അവർ കരുതുന്നുണ്ടെന്നറിയോ? അയാൾ ജീവിച്ചിരിക്കാൻ പോലും അർഹനല്ല എന്നുള്ളതാണ്. കാരണം അയാൾ കാണുമ്പോൾ അസ്വസ്ഥതയാണ് പ്രശ്നം. ഇത് മനുഷ്യനിലുണ്ട്, ഒരു ഭാഗത്തിലുണ്ട്. ഹൃദയവേദന എത്ര ഉണ്ടാവും? എത്ര ഉണ്ടായിട്ടുണ്ടോ? വലിയ ഹൃദയവേദനയാണ്. പക്ഷേ ഫസ്റ്റ് ജനറേഷനിൽ തന്നെ മലക്കുകൾ പറഞ്ഞ് സംഭവിച്ചു. ഇനി അടുത്ത ജനറേഷനുകൾ നിങ്ങൾ എടുത്ത് നോക്കുക. ആദം നബി അലൈഹി സ്വലാമിക്ക് ശേഷം പിന്നീട് റസൂൽ എന്ന പരിവേഷത്തിൽ വരുന്നത് ആരാ? നൂഹ് നബി അലൈഹി സ്വലാം. ഇപ്പൊ നൂഹ് നബി അലൈഹി സ്വലാം വന്ന് അയച്ചാങ്കുച്ച തുടങ്ങാന്ന് പറയും മലപ്പുറത്ത്. നിങ്ങൾ കേട്ടോ? ആദ്യം കൂദ്യം തുടങ്ങാന്നാണ് തൃശ്ശൂർ പറയാ. സ്റ്റാർട്ട് ഫ്രോം ദ സ്ക്രാച്ച് എന്ന് ഇംഗ്ലീഷിൽ പറയും. സ്റ്റാർട്ട് ഓൾ ഓവർ അഗെയിൻ. അതായത് ക്ലാസ്സിൽ കുട്ടികളില്ല, ആര് വരുമ്പോൾ
നൂഹ് നബി അലൈഹി സ്വലാം വരുമ്പോൾ ക്ലാസ്സിൽ കുട്ടികളില്ല. അതായത് എല്ലാവരും വഴിവഴിച്ചു വരിക്കുന്നു. ആദം നബി അലൈഹി സ്വലാമൊക്കെ അപ്പം എത്ര മാർക്ക് കൊടുക്കണം? കാരണം ആദം നബി അലൈഹി സ്വലാം പഠിപ്പിച്ച ആൾക്കാരുള്ളത്. അങ്ങനെ ആലോചിച്ചാൽ ശരിക്കും ഇതിനൊരു സൈക്കിളുണ്ട്, ഒരു സംക്രമണ വ്യവസ്ഥയുണ്ട്. ഈ ഭൂമി എന്താണ്, ഭൂമി എല്ലാം ഗോളത്തിൽ ഇങ്ങനെ ചുറ്റാണെന്നുള്ളോ. അതേപോലെ തന്നെ മനുഷ്യൻ്റെ ഈ സാധനവും ചരിത്രവും ചുറ്റിയാണ്. തിൽക്കൽ അയ്യാമു നുദാവിലുഹ, കാലചക്രത്തെ നാം ഇങ്ങനെ തിരിച്ചുകൊണ്ടിരിക്കും. എല്ലാവരും ഇങ്ങനെ വളരെ ഉഷാറായിട്ട് ഇങ്ങനെ പോണ ഒരു ലോകമായിരിക്കും ലോകം എന്ന് പറഞ്ഞാൽ. പിന്നെ ഈ ലോകം വേണോ? സ്വർഗം പോരെ? ഇല്ല ഹംസീന ആമൻ ഫഅഖദഹും തൂഫാനു വഹും ളാലിമൂൻ, സൂറത്തുൽ അൻകബൂത്ത്. 1000 കൊല്ലത്തിൽ 50 കൊല്ലം ഒഴിച്ച് എന്ന് പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് പറയുന്നത് നൂഹ് നബി ആ കൂടി സന്തോഷത്തോടുകൂടി 50 കൊല്ലം ജീവിച്ചിട്ടുള്ളൂ എന്നാണ്. കാരണം ഒന്ന് അൽഫ സനത്തിൻ എന്നാണ് പറഞ്ഞത്. സനത്ത് എന്ന് പറഞ്ഞാലും കൊല്ലമാണ്. ഇല്ല ഹംസീന ആമൻ എന്ന് പറഞ്ഞത്. ആമ് എന്ന് പറഞ്ഞാലും കൊല്ലമാണ്. അപ്പോൾ ബുദ്ധിമുട്ടുള്ള കൊല്ലത്തെയാണ് സനത്ത് എന്ന് പറയുക അറബി ഭാഷയിൽ. ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ കടന്നു പോകുന്ന കൊല്ലത്തേക്കാണ് ആമ് എന്ന് പറയുക എന്നൊക്കെ നിർദ്ധാരണം ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഖുർആൻ്റെ ഇത്തരത്തിലുള്ള പ്രയോഗങ്ങളാണ്. കാരണം യൂസുഫ് നബി അലൈഹി സ്വലാം മറ്റേ വറുതിയുടെ സമയമൊക്കെ പറയുമ്പോൾ അവിടെ സനത്ത് എന്ന് പറയുന്നുണ്ട്. അതൊക്കെ വെച്ചിട്ടാണ്. ഇപ്പം നൂഹ് നബി അലൈഹി സ്വലാം 950 കൊല്ലം ജീവിച്ചിട്ട് എന്ത് ചെയ്തു? പ്രാർത്ഥിക്കുന്നത് എന്താണെന്നറിയാം? അവസാനം പടച്ചോനൊരൊറ്റ എണ്ണത്തിന് ഇവിടെ വെക്കരുത് എന്നാണ്. നമ്മുടെ നാട്ടിലെ ഈ ശുഭപ്രതീക്ഷക്കാരായ ആളുകളുണ്ടല്ലോ, നൂഹ് നബി അലൈഹി സ്വലാമക്ക് ചിലപ്പോൾ ട്യൂഷൻ ക്ലാസ് എടുക്കും. നൂഹ് നബി അലൈഹി സ്വലാം 950 കൊല്ലം കഴിഞ്ഞിട്ട് പറയാണ്, അവരിലൊരാളെ വെച്ചാൽ പടച്ചവനെ അവരോ എല്ലാത്തിനെയും അടക്കാക്കും. യുളില്ലു ഇബാദക്, നിന്റെ അടിമകളിൽ എല്ലാവരെയും വഴിപിഴപ്പിക്കാനുള്ള ശക്തി ആർക്കുണ്ട്? മനുഷ്യരായ സഹപ്രവർത്തകരായ ആളുകളെ കുറിച്ച് 950 കൊല്ലം. ഞാൻ അവരെ വിളിച്ചോ, അവർ ചെവിയിൽ വിരലിട്ടു. ഞാൻ അവരോട് പയ്യെ പറഞ്ഞു, അവരോട് ഞാൻ ഉറക്കെ പറഞ്ഞു, അവരോട് വീട്ടിൽ പോയി പറഞ്ഞു, അവരോട് ഇതിലപ്പുറപ്പ് ദഅവത്ത് ചെയ്യാനില്ലല്ലോ. മുഴുവൻ വിശ്വാസികളാണല്ലോ അല്ലേ? അങ്ങനെയെങ്കിൽ ഇനി ശേഷം ഭൂമിയിൽ എന്തുണ്ടാവണം? കാരണം കാഫിറുകളൊക്കെ പോയി, എല്ലാവരും പോയി, എല്ലാവരും നശിപ്പിക്കപ്പെട്ടു. ഇതിലേക്ക് ചേർത്തുകൊണ്ട് മഹാപ്രളയത്തിലേക്ക്, മഹാനൂഹിലേക്ക് ചേർത്ത് മനു എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ അത് ചിലവർക്കൊക്കെ വെച്ചാൽ കണക്റ്റ് ആവില്ല എന്ന് പറയുന്ന പ്രശ്നമുണ്ടെങ്കിലും അതിൻ്റെ ഒരു സംഭവം പറയാറുണ്ട്. അങ്ങനെയെങ്കിൽ വസ്തവത്താലിൽ ജൂതി മലയുടെ ഭാഗത്ത് പോയിട്ട് കപ്പൽ അങ്കൂരമിട്ടു, അതല്ലെങ്കിൽ വെള്ളം കെട്ടിറങ്ങി. ഭൂമിയിൽ ഇനി മുതൽ ആരേ ഉള്ളൂ? വിശ്വാസികളേ ഉള്ളൂ. എന്നിട്ട് എന്താണ് ഹൂദ് നബി വരുമ്പോൾ അവസ്ഥ? സ്വാലിഹ് നബി വരുമ്പോൾ എന്താ അവസ്ഥ? ഒരാളിലെടുക്കാൻ. ഞാൻ നിങ്ങളോട് പറയുന്നത് എന്തിനാണെന്നറിയോ? നമ്മളൊക്കെ നല്ലൊരു കാലത്താണ് ജീവിക്കണേന്ന് പറയാനുണ്ടോ? അല്ലാതെ അവർ മോശം ആണെന്ന് പറയാനും അല്ല. ഒരു പ്രവാചകനിൽ നിന്ന് അടുത്ത പ്രവാചകനിലേക്ക് 200-300 കൊല്ലെത്തുമ്പോൾ സഞ്ചരിച്ച് ഈ ലോകത്ത് 100,000-ൽ ചില്ലാനും പ്രവാചകന്മാർ വന്നിട്ടുണ്ട്. അതിൽ അംബിയാ മിഷനോടുകൂടി ഏറ്റവും ചുരുങ്ങിയത് റിസാലത്തോടുകൂടി അല്ലെ ഉലുൽ അസ്മായ 5 പ്രവാചകന്മാരെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. ദൃഢ നിശ്ചയത്തിനുടയവരും ഉടമസ്ഥരുമായ പ്രവാചകന്മാർ. ഇവർ വരുന്നു. അടുത്ത പ്രവാചകൻ വരുമ്പോൾ ഇനി യാക്കൂബ് നബി അലൈഹി സ്വലാം, യാക്കൂബ് നബി അലൈഹി സ്വലാമയുടെ മകൻ. യാക്കൂബ് നബീനെയാണ് നമ്മൾ ഇസ്രായേൽ എന്ന് വിളിക്കുന്നത്. ഇസ്ര എന്ന് പറഞ്ഞാൽ ഹീബ്രു ഭാഷയിൽ അടിമ എന്നും ഈല് എന്ന് പറഞ്ഞാൽ ദൈവം എന്നുമാണ്. അപ്പോൾ ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ അബ്ദുള്ള എന്നാണ് അർത്ഥം. ഇപ്പോൾ ബനു അബ്ദുള്ളയുടെ സന്താന പരമ്പര. മുഹമ്മദ് നബിയുടെ വാപ്പാടെ പേര് അബ്ദുള്ള ഉണ്ട്. അങ്ങനെയൊക്കെ കുറേ ചർച്ചകളുണ്ട് ഇതിൽ. ബനു ഇസ്രായേൽ എന്നപ്പുറത്തും ബനു അബ്ദുല്ലയിൽ തന്നെയാണ് ആര് വരുന്നത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ യാക്കൂബ് നബി അലൈഹി സ്വലാം, യാക്കൂബ് നബിക്ക് 12 മക്കളുണ്ട്. ഈ 12 മക്കളിൽ 10 പേരും എന്താണ്, നമുക്ക് ഗൂഗിൾ പേയിൽ മറ്റേ എന്തെങ്കിലും അടയ്ക്കുമ്പോൾ ഒരു ഓഫറൊക്കെ കിട്ടുമല്ലോ, ബെസ്റ്റ് ലക്ക് നെക്സ്റ്റ് ടൈം എന്ന് പറയുമല്ലോ അല്ലേ? ഇത് ഓഫറാണ്, ഗിഫ്റ്റ് വൗച്ചർ എന്ന് പറഞ്ഞിട്ടൊക്കെ തരുമല്ലോ. ഗിഫ്റ്റ് വൗച്ചർ എന്ന് പറഞ്ഞാൽ തരുന്ന സാധനം എന്തായിരിക്കും എന്ന് പറഞ്ഞാൽ 10,000 രൂപയുടെ മറ്റേ സ്നീക്കർ നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾക്ക് 99 രൂപ കുറവുണ്ടാവും എന്ന് പറഞ്ഞാൽ തന്നെ സാധനമാണ്.
ഇതാണ് അതിലെ ക്യാഷ് വൗച്ചർ, ക്യാഷ് ബാക്ക് വൗച്ചർ. ഈ 10 മക്കളും നല്ലൊരു മോനെ കൊണ്ടുപോയി എവിടെ ഇട്ടു? കിണറ്റിലിട്ടു. പൊട്ടക്കിണറല്ല, നല്ല കിണർ തന്നെയായിരുന്നു എന്നാണ് കേട്ടോ അതിനെക്കുറിച്ച് പറയാറ്. കാരണം അതുകൊണ്ടുള്ള ആളുകൾ വന്ന് അതിന് കോരി എടുത്തുകൊണ്ട് പോയത്. അപ്പോൾ യൗക്കൂബ് നബി അലൈഹി സ്വലാമക്ക് ശേഷം ഒരു വലിയൊരു പ്രവാഹം വരാൻ പോകുക. അതിനു വേണ്ടിയിട്ട് ഞാൻ യൗക്കൂബ് നബി അലൈഹി സ്വലാമെ കുറിച്ച്, യൗക്കൂബ് നബി അലൈഹി സ്വലാമയുടെ മകൻ മക്കള് മൊത്തം, ഇവരെ മൊത്തത്തിൽ പറയുന്ന യഹൂദ എന്നുള്ള അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങുന്നൊരു സാധനമാണ് എന്ത്? ജൂത, ബനു ഇസ്രായേൽ എന്ന് നമ്മൾ പറയുന്ന വലിയൊരു കൂട്ടം. ബനു ആദമിൽ അള്ളാഹു പ്രത്യേകമായി വീണ്ടും വിളിച്ചൊരു കൂട്ടരാണ് ബനു ഇസ്രായേൽ. ആദമിന്റെ മക്കളെ എന്ന് പറയുന്നതോടെ പോലെ തന്നെ യൗക്കൂബിന്റെ മക്കളെ എന്ന് വേറെയും അള്ള പറയണം. ഇവിടെ പ്രവാചകന്മാർക്ക് വരല് നിക്കലും കള്ളിയിൽ ഇതേപോലെ സമ്മേളനം വിളിക്കാനുള്ള പ്രവാചകന്മാരുണ്ടായിരുന്നു ആ കമ്മ്യൂണിറ്റിയിൽ നിന്ന്. കാനത്ത് ബനു ഇസ്രായേൽ തസൂസുഹുമുൽ അംബിയ, അവരുടെ നേതാക്കൾ തന്നെ പ്രവാചകന്മാരായിരുന്നു. നമ്മളിപ്പോൾ സംഘടനാ നേതാക്കളെ കുറിച്ചല്ലേ പറഞ്ഞു. എപ്പോഴും പ്രവാചകന്മാർ. കുല്ലമാ ഹലക, നേരത്തെ 300-400 കൊല്ലമൊക്കെ പ്രവാചകന്മാർ തമ്മിൽ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഇത് ഒരു ടൈമിൽ 3 പ്രവാചകന്മാർ, 2 പ്രവാചകന്മാർ അല്ലേ? മൂസ അലൈഹി സ്വലാം പറഞ്ഞു എനിക്ക് ഒരു എക്സ്ട്രാ ഒരു ഡെപ്യൂട്ടി ഡയറക്ടറെ കൂടി വേണം. അത് സ്വന്തം സമൂഹത്തെ അത്ര പേടിയായതുകൊണ്ടുണ്ടാവും. മുന്നോട്ട് പോകുന്തോറും മനുഷ്യൻ, വികസിച്ച മനുഷ്യന് പേടി എന്ന് പറഞ്ഞാൽ ലൊഇനല്ലദീന, എത്രത്തോളം എന്ന ഖുർആൻ അതിനെ കുറിച്ച് പറയുന്നുണ്ട്. ലൊഇനല്ലദീന കഫറു മിൻ ബനി ഇസ്രായീല അലാ ലിസാനി ദാവൂദ വഈസ ഇബ്നു മറിയം. ബനു ഇസ്രായേലിലെ നിഷേധികളായവർ ശപിക്കപ്പെട്ടിരിക്കുന്നു. അലാ ലിസാനി ദാവൂദ്, ദാവൂദിന്റെ നാവിനാൽ, വഈസ ഇബ്നു മറിയം, മറിയമിന്റെ പുത്രൻ ഈസയുടെ നാവിനാൽ. എന്താ കാരണം? അത്ര മോശമായിരുന്നു. കുല്ലമാ ഹലക നബി, ഒരു പ്രവാചകൻ മരിച്ചു കഴിഞ്ഞാലോ അടുത്ത തവണ അള്ളാഹു വേറൊരു പ്രവാചകൻ അവിടെ അയക്കും. പ്രവാചകന്മാർ കൂടുതൽ ഒരു സമൂഹത്തിൽ ഉണ്ടാവുക എന്നുള്ളത് നല്ല സൈനാണോ? ഇല്ല. നേരിട്ട് ഖുർആൻ അങ്ങനെയൊന്നും പറയുന്നില്ല കേട്ടോ. നമ്മൾ അങ്ങനെ എടുത്ത് നോക്കിയാൽ അത്ര മോശമായിരുന്നു അവർ. അങ്ങനെ മൂസാ നബി അലൈഹി ഇസ്ലാം വന്നു. മൂസാ നബി അലൈഹി ഇസ്ലാമയോടൊക്കെ പറഞ്ഞ ക്രിഞ്ച് ഡയലോഗ് ഉണ്ട്. പുതിയ ആളുകളുടെ മറ്റേ ഭാഷയിലൊക്കെ പറഞ്ഞാൽ എമ്മാതിരി വർത്താനൊക്കെ എന്നറിയോ? അതായത് നിങ്ങളെ ആരെങ്കിലും ഈ അറബിക്കടലിലൂടെ അങ്ങോട്ട് നടത്തിക്കൊണ്ട് പോയിട്ട് അപ്പുറത്ത് എവിടെ ഇറക്കി, ഇപ്പോൾ നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഇപ്പോൾ മസ്കത്തിലോ യമനിലോ ഒക്കെ അങ്ങോട്ട് ഇറക്കിയിട്ട് ഈ കൊച്ചി വഴി, ഇപ്പം നിങ്ങൾക്കിപ്പോൾ ഈ വാട്ടർ മെട്രോ വരുമ്പോൾ തന്നെ അത്ഭുതമല്ലേ? ഞാൻ അതിനെക്കുറിച്ചല്ല പറയണേ. അതിൻ്റെ ഇടയിൽ കൂടി ഒരു വഴിയെ കൂടി അങ്ങോട്ട് നടത്തിയിട്ട് അപ്പുറം കൊണ്ടുപോയി ഇറക്കിയിട്ട് അവിടെ വെച്ചിട്ട് നിങ്ങൾ പറയാം പടച്ചവനൊന്നുമില്ല എന്നാണ് തോന്നുന്നത് എന്ന് ചെങ്കടലിലൂടെ നടന്ന് പോയ കൂട്ടരാണ് പറഞ്ഞത്. എന്ത്? ഞങ്ങൾ യുദ്ധത്തിനൊന്നുമില്ല, അത് ബൻത റബ്ബുക്ക ഫഖാത്തില ഇന്ന ആവുന കായ്, ഞങ്ങളോട് ഇരിക്കുക, നീ പോയിട്ട് നിന്റെ റബ്ബിൻ്റെ ഒപ്പം പോയി യുദ്ധം ചെയ്യും എന്ന് രക്ഷിച്ച റബ്ബിനെ കുറിച്ച്. ഫിറൗന്റെ അടുത്ത് നിന്ന് കിട്ടിയ അടിയൊക്കെ കിട്ടാൻ മാത്രം ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് തോന്നിപ്പോകുന്ന കമ്മ്യൂണിറ്റി തന്നെയാണ് ഇത്. അതുകൊണ്ടാണ് നരേന്ദ്രമോദിയുടെ അടിയൊക്കെ കിട്ടാനുള്ള കമ്മ്യൂണിറ്റി ആണെന്നൊക്കെ ചിലപ്പോൾ നമ്മളെ കുറിച്ചൊക്കെ തന്നെ നമുക്ക് തോന്നുക. അവിടേക്ക് നമുക്ക് വരാം ഇൻഷാ അല്ലാഹ്. എൻ്റെ അടുത്ത് കുറച്ച് സമയം എടുത്ത് സംസാരിച്ചോളാൻ റെയിൻസായി പറഞ്ഞുകൊണ്ടാണ് ഈ ആമുഖം ഞാൻ കുറച്ചിങ്ങനെ പറയുന്നത് കേട്ടോ. പിന്നെ ഈ പ്രഭാഷണം നടത്തുന്നതിനേക്കാൾ ഇങ്ങനെ സംസാരിക്കുന്നത് നല്ലതെന്ന് തോന്നും. അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ ഒരു ഉത്സാരം അതല്ലെങ്കിൽ ആകത്തുക എന്ന് പറയുന്ന ഇതേ ഉള്ളൂ. ആദ്യത്തെ പ്രവാചകൻ ആദം നബി അലൈഹി ഇസ്ലാം മുതൽ അവസാനത്തെ പ്രവാചകൻ ഇനി നിങ്ങളെടുക്കുക. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പുള്ള പ്രവാചകന്മാരാരാ? അപ്പോൾ യഹ്യ നബി അലൈഹി ഇസ്ലാമയും അതുപോലെ തന്നെ ഈസാ നബി അലൈഹി ഇസ്ലാം അല്ലേ, സമകാലികരെ. അതായത് ഇത് ബത്ലഹേം അതല്ലെങ്കിൽ ഇന്നത്തെ ഖുദ്സുള്ള പ്രദേശം, ഇത് ഇപ്പുറത്ത് മക്ക. ഇതിൻ്റെ 19 തലമുറ പുറകിലാണ്, റസൂലിൻ്റെ 19 തലമുറ പുറകിലാണ് ആര്? ഈസാ നബി അലൈഹി ഇസ്ലാം ഉള്ളത്. 19 തലമുറ എന്ന് പറഞ്ഞാൽ ഒരു സെഞ്ചുറിയിൽ ഏകദേശം ഒരു 3 തലമുറയൊക്കെയാണ് ഉണ്ടാവുക. ഒരു 100 കൊല്ലത്തിൽ കൂടി വന്ന 4 തലമുറ. പക്ഷേ ഇന്നത്തെ തലമുറയിൽ അങ്ങനെ പറയാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ നടക്കുന്ന ആളുകൾക്കൊക്കെ ഇങ്ങനെ ജെൻസി ആൽഫ ബീറ്റ എന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. അത് കുറച്ചാൾ കഴിഞ്ഞാൽ നിൽക്കും. ആൽഫ അമ്മാവന്മാരെന്ന് ഇവർ വിളിക്കേണ്ടി വരുമല്ലോ, ആൽഫ തന്ത വൈബ് എന്ന് ഇവരെ വിളിക്കേണ്ടി വരുമല്ലോ. കാരണം ഇവർക്ക് കുട്ടികളുണ്ടായി കഴിഞ്ഞാൽ അവരും അടുത്ത സ്ഥാനത്തേക്ക് പോകുമല്ലോ. അപ്പോൾ ഇത് ഇപ്പോൾ തൽക്കാലം ഒരു ഡിജിറ്റൽ നേറ്റീവ്സ് ആണോ ഡിജിറ്റൽ മൈഗ്രൻസ് ആണോ എന്നുള്ള ഒരു 2000-ന് ശേഷം ജനിച്ച ആളുകളെ മുഴുവൻ ഡിജിറ്റൽ നേറ്റീവ്സെന്നും 2000-ന് മുമ്പുള്ളവർ എന്താണ് ആസ്ട്രേലിയയിലും കാനഡയിലൊക്കെ പോയി താമസിക്കുമല്ലോ ചിലവർ,
മലയാളികൾ തന്നെ ആയിരിക്കും. പക്ഷെ എന്നാലും നമ്മൾ അവിടെ പോയിട്ട് ഞാൻ അമേരിക്ക ഇതേപോലത്തെ ഒരു അവസ്ഥയിലേക്ക് ആരും എത്തുള്ളൂ. നമ്മളിപ്പോൾ എത്ര തന്നെ കമ്പ്യൂട്ടർ പഠിച്ചാലും എത്തും. ആ ഒരു അവസ്ഥയിലേക്ക് എത്തിയാലും ഞാനിത് പറഞ്ഞത് ഇങ്ങനെ ഈ 19 തലമുറ മുകളിൽ നിൽക്കുന്ന ഈസാ നബി അലൈഹി ഇസ്ലാം, അതായത് 600 കൊല്ലത്തിന് സമാനമാണത്. 19 തലമുറ 20 തലമുറ. അന്ന് റസൂലിൻ്റെ വല്യപ്പാര അദ്നാനാണ്. അതായത് ഈസാ നബി അലൈഹി ഇസ്ലാം അവിടെ ഉള്ളപ്പോൾ അന്ന് ഇവിടെ ജീവിച്ചിരുന്ന ആള് അദ്നാനാണ്. അദ്നാനിൻ്റെ മോൻ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ പറഞ്ഞ് പറയില്ലേ, മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹിബിൻ അബ്ദുൽ മുത്തലിബിന് ആശിം ഇങ്ങനെ പറഞ്ഞിങ്ങനെ പോകുമല്ലോ. ഈ സാധനം അദ്നാനിലെത്തും. അപ്പോൾ ഈസാ നബി അപ്പുറത്ത് വരും. ഈ ഈസാ നബി അലൈഹി ഇസ്ലാമിന് ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ അനുയായികളായിരിക്കാം ആളുകൾ പറയുമല്ലോ ഈസാ നബി അലൈഹി ഇസ്ലാം അല്ല. ഈസാ നബി അലൈഹി ഇസ്ലാമക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്തിൽ ഓരോ അനുയായികളും പറയാൻ പറ്റുന്ന രീതി ഒളിച്ച് ജീവിക്കേണ്ടി വന്ന ജീവിതം ജീവിക്കേണ്ടി വന്ന അത്രമാത്രം വലിയ പ്രയാസങ്ങളുണ്ട്. കാരണം ഈസാ നബി അലൈഹി ഇസ്ലാം കൊട്ടാരക്കാരനല്ല, കാരണം അധികാരത്തിന് പുറത്ത് നിൽക്കുന്ന ആളാണ്. യഥാർത്ഥ ശിഷ്യന്മാർ വളരെ കുറവാണ് അല്ലേ, ഹവാരികൾ വളരെ കുറവാണ്. അവിടെ നിന്നും 300 കൊല്ലം കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്, ജൂത നേതാവ് എന്താണ് അന്നത്തെ ഈ പറഞ്ഞതാണെന്നുണ്ടെങ്കിൽ വികലമാക്കപ്പെട്ട ക്രൈസ്തവ മതമാണ് സ്വീകരിക്കുന്നത്. ഈസാ നബീനല്ല പിന്തുടരുന്നത്. അതായത് മുഹമ്മദ് നബി അലൈഹി സ്വലാമയെ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടർന്ന് അബൂബക്കർ സിദ്ദീഖും ഉമർ ഖത്താബും ഇങ്ങനെ ഉണ്ടായിട്ട് നമ്മൾ 1400 കൊല്ലം എത്തിയത് പോലെയല്ല. ഞാൻ ഇതൊക്കെ പറയേണ്ട പോയിന്റാണെന്ന് ഞാൻ പറയാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ അങ്ങനെ മനസ്സിലാക്കണം. പിന്നീട് കോൺസ്റ്റന്റൈൻ്റെ കാലത്ത് ഈ സാധനം സെൻറ്റ് പോളിൻ്റെ കാലത്ത് ഒക്കെ നമ്മൾ ഇത് വികലമാക്കപ്പെട്ട, അതായത് ഈസാ നബി അലൈഹി ഇസ്ലാം പറഞ്ഞൊരു സാധനത്തിലല്ലല്ലോ. ഈസാ നബി അലൈഹി ഇസ്ലാം എന്താണോ പറഞ്ഞത് അവിടെ നിന്നാണെന്നുണ്ടെങ്കിൽ ഈ ഇസ്ലാമും ഇതും തമ്മിൽ നേരിട്ട് എവിടെ വരും, നേർരേഖയിൽ ഒക്കും. കാരണം ഈ ബാറ്റൺ റിലേ പരിപാടിയാണ് പ്രവാചകന്മാരുടേത്. മുൻകഴിഞ്ഞ പ്രവാചകന്മാർ കൊടുത്തു വന്ന സാധനം അവസാനം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ അവസാന പ്രവാചകൻ എത്തുമ്പോൾ ഈ ലോകത്ത് ആരില്ല, ഈ ലോകത്ത് ഇല്ല. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെയൊക്കെ ഒരു ഭാഗ്യം ആലോചിച്ച് നോക്കിയേ. 1400 കൊല്ലം കഴിഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് 200-300 കൊല്ലം മുമ്പുള്ള പ്രവാചകന്മാരുടെ ഒരു ട്രാൻസ്മിഷൻ ലോസ് സംഭവിച്ചല്ലോ ചരിത്രത്തിൽ, ഒരു പ്രസരണ നഷ്ടം. അടുത്ത പ്രവാചകത്വം ഈ സാധനം വിസ്മൃതിയിലേക്ക് മറ്റേതിലേക്ക് പോയി. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ എന്നുള്ളത് അത് ഖുർആന്റെ ഹദീസിന്റെ സംരക്ഷണത്തെക്കാൾ ഉപരി ഈ ഇസ്ലാമിനെ തന്നെ അള്ളാഹു സംരക്ഷിച്ചു. യഥാർത്ഥത്തിൽ ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ അനുയായികളുള്ളതായിരിക്കാം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒക്കെ. കാരണം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കെന്തായിരുന്നു, പ്രവൃത്തി എന്തായിരുന്നു, നടത്തം എന്തായിരുന്നു, ഉറക്കം എന്തായിരുന്നു, പ്രബോധനം എന്തായിരുന്നു എന്നറിഞ്ഞ് അതുപോലെ പിന്തുടരുന്നവർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളേ ഉള്ളൂ. അതിനകത്ത് ഈസാ നബി നമുക്ക് മോശമൊന്നല്ല. പക്ഷേ ഈ പറയപ്പെടുന്ന സോക്കോൾ ഈ പറയുന്നൊരു സംഗതി ഉണ്ടാവുമല്ലോ. ഇവിടെ നിന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ലോകത്തിന് തന്നെ എന്തൊന്ന് ഒരു സന്ദേശം ആവശ്യമുണ്ടോ ആ സന്ദേശത്തെ ബാറ്റൺ അതല്ലെങ്കിൽ അതിൻ്റെ ഒരു ബീക്കണായി നിന്ന് അത് ബാറ്റൺ കൈമാറി പോകാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദീനിനെ നിലനിർത്തിയിട്ടുണ്ട്. നമ്മളതിൽ സന്തുഷ്ടരാണ്. അതുകൊണ്ട് ഇസ്ലാം പ്രതിസന്ധിയിലാണെന്നൊന്നും ഒരിക്കലും നമ്മൾ കരുതേണ്ടതില്ല. കാരണം ഇസ്ലാം ഈ ലോകത്തിന് മനസ്സിലാക്കാവുന്ന അവസ്ഥയിൽ ഇസ്ലാമുണ്ട്. ചരിത്ര പുസ്തകം എടുത്ത് നോക്കിയാലും ഇപ്പോൾ ഇംഗ്ലീഷ് ഭാഷയിലേക്ക് 1700-കളിലാണ് ജോർജ് സെയിലിൻ്റെ ട്രാൻസ്ലേഷൻ ഉണ്ടാവുന്നത്. ഇംഗ്ലീഷ് ഭാഷയിൽ ആദ്യമായി ഈ ഇംഗ്ലീഷ് ഭാഷ ട്രാൻസ്ലേഷൻ ആദ്യമായി നടത്തുന്നത് ക്രൈസ്തവരാണ് കേട്ടോ. മുസ്ലിങ്ങൾ ആദ്യമായിട്ട് നടത്തുന്ന അഹമ്മദിയാക്കളാണ്. 900-കളുടെ തുടക്കത്തിലാണ്. മുസ്ലിങ്ങൾ ഈ അടുത്ത് ഇതൊക്കെ ട്രാൻസ്ലേഷൻ ചെയ്യാൻ തുടങ്ങിയിട്ട് തന്നെ ഉള്ളൂ. ഇപ്പോൾ ഈ ജോർജ് സെയിൽ ചെയ്യുന്നതിന് മുമ്പ് അലക്സാണ്ടർ റോസ് ചെയ്തിട്ടുണ്ട്. ജോർജ് സെയിലിൻ്റെ ആ സാധനമാണ് ആരെടുത്ത് വായിച്ചത്, ഈ ഫ്രഞ്ച് ചിന്തകനായിരുന്ന വോൾട്ടയർ വായിച്ചത്. അവിടെ നിന്നാണ് ഗിബ്ബൺ ആ പുസ്തകം കിട്ടുന്നത്. എഡ്വേർഡ് ഗിബ്ബൺ പറഞ്ഞത് ഇതൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാധനം തന്നെയാണല്ലോ. അതായത് ഒരു കാലത്ത് മറച്ചു വെക്കപ്പെട്ടിരുന്നു.
അതായത് നമ്മൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിച്ച ഖുർആനും ഈ സന്ദേശവും ഒക്കെ ഏതെങ്കിലും ആർക്കൈവ്സിലും ഷെൽഫിലൊക്കെ മാത്രം ഉണ്ടായിരുന്ന സാധനമാണ്. നമ്മളടുത്ത് പോലും ഇന്നിപ്പോൾ ഈ ലഭ്യമായ പുസ്തകങ്ങളുടെയും ഈ പ്രവാഹം തുടങ്ങിയിട്ട് കഴിഞ്ഞൊരു 200 കൊല്ലല്ലേ ആയിട്ടുള്ളൂ. ഈ പ്രിന്റഡ് വേർഷൻ ആകട്ടെ, ഇപ്പോൾ നമ്മൾ പറയുന്ന ഡിജിറ്റൽ വേർഷൻ ആകട്ടെ, ലോകത്ത് അല്ലാഹു ഇതിൻ്റെ സാധ്യതകൾ തുറന്നിട്ട കാലത്താണ് നമ്മളുള്ളത്. ഇനി മനുഷ്യൻ്റെ ബാധ്യതയാണ് ഇത് പഠിക്കാനുള്ളത്. മനുഷ്യൻ്റെ ബാധ്യത എന്ന് പറഞ്ഞാൽ നമ്മ എത്തിച്ചു കൊടുക്കണം. ഒരു ചെറിയൊരു റീസണിങ് സ്കില്ലുള്ള, അള്ളാഹു തന്നെ പറയുന്നതനുസരിച്ച് അല്ലാ യകൂന ഹുജ്ജത്തൻ അലന്നാസ്, ജനങ്ങൾക്ക് നാളെ അള്ളാഹുവിന് മുമ്പിൽ തെളിവ് പറയാൻ പറ്റാത്ത അവസ്ഥയിൽ, ന്യായം പറയാത്ത അവസ്ഥയിൽ ജനങ്ങൾക്ക് ഹുദ എത്തിയ ഒരു കാലത്ത് നമ്മളുള്ളത്. അപ്പം അതുകൊണ്ട് മോശപ്പെട്ടൊരു കാലമല്ല. പ്രത്യേകിച്ചും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഇന്ന് ഈ രവിചന്ദ്രനോ സാം ഹാരിസോ അതല്ലെങ്കിൽ നമ്മൾ ഈ ഡിക്കൻസോ മറ്റേ ആളുണ്ടല്ലോ, ഡോക്കിൻസ്, മറ്റേ ഗോഡ് ഡെലൂഷ്യൻ, അതായത് റിച്ചാർഡ് ഡോക്കിൻസ് പറയുന്നതോ സാം ഹാരിസ് പറയുന്നതോ അതല്ലെങ്കിൽ ഇവിടെ ഇവർ പറയുന്നതോ ഇതൊന്നും വെച്ച് ലോകത്ത് നല്ല മനുഷ്യന്മാരൊക്കെ റസൂലിനെ കുറിച്ച് നല്ലത് പറഞ്ഞിട്ടുണ്ട്. റസൂലിൻ്റെ കീർത്തിക്കും സൽപ്പേരിനും അത് മതി. വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്ന അതിൻ്റെ ഗൈഡൻസ്, ബാക്കി നമ്മളിപ്പോൾ റിച്ചർഡ്സിനെ കുറിച്ചോ അതിൻ്റെ സ്പിരിച്വാലിറ്റിയെ കുറിച്ചോ അതിൻ്റെ ഗൈഡൻസ് പൊതുവെ തന്നെ എടുത്താൽ ഈ ലോകത്തിന് മുമ്പ് അവർ പരിചയപ്പെടുകയെങ്കിലും ചെയ്യേണ്ടുന്ന ഒന്നാണ് എന്നുള്ളൊരു ധാരണയിൽ ഇന്ന് ശത്രുപക്ഷം കൊണ്ടെങ്കിലും അള്ളാഹു അവസ്ഥ എത്തിച്ചിട്ടുണ്ട്. ശത്രുപക്ഷം കൊണ്ട് നമുക്ക് ജിഹാദ് ചർച്ച ചെയ്യാൻ ഇഷ്ടമുണ്ടോ? ഇല്ലല്ലോ. ഖുർആനിലിപ്പോൾ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു ടെർമിനോളജിയാണ്. നമ്മളിത് ഇങ്ങനത്തെ ഇടയ്ക്ക് അത് വെള്ളം കലക്കും, ഇടയ്ക്ക് അത് ഡൈല്യൂട്ടാക്കും, ഇതൊന്നും ആവശ്യമില്ല. യഥാർത്ഥ ജിഹാദിന് ചരിത്രമുണ്ട്. യഥാർത്ഥ ജിഹാദിന് നമ്മൾ ഈ പറയുന്ന വിശാലമായ അർത്ഥമുണ്ട്, ഒക്കെ ഉണ്ട്. നമ്മൾ ഒന്നിനെ മാത്രം കുളിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഖുർആൻ പറയുന്നതനുസരിച്ച് ജിഹാദ് എന്നുള്ളത് ഈ ലോകത്ത് മർദ്ദിതരാകട്ടെ, അതുപോലെ തന്നെ പീഡിപ്പിക്കപ്പെടുന്നവരാകട്ടെ, നീതി നിഷേധിക്കപ്പെടുന്നവരാകട്ടെ, അവർക്ക് വേണ്ടി നിങ്ങൾ എൻ്റെ കാര്യം എന്ന് പറഞ്ഞ് മാത്രമല്ല, നിങ്ങൾ ആ കോസിന് വേണ്ടി എഴുന്നേറ്റ് നിൽക്കേണ്ടവരാണ്. അല്ലാതെ നിങ്ങൾ നിങ്ങളുടെ നഫ്സിനെതിരെ നടത്തുന്ന യുദ്ധം മാത്രമാണ് ജിഹാദ്, അതല്ല. അതുകൊണ്ട് അത് വരുമ്പോൾ അവർ ഹദീസ് എടുക്കും. അത് ഹദീസാണ്. അങ്ങനെ ഉണ്ടല്ലോ, ഈ ഖുറാനും ഹദീസും ഇങ്ങനെ വെവ്വേറെ തള്ളിക്കളയുന്ന ആളുകൾ പറയും, നിങ്ങൾ സ്വന്തം ശരീരത്തിന് നേരെ നടത്തേണ്ടുന്ന ജിഹാദാണ് ജിഹാദ് എന്ന് റസൂൽ പറയും. ആ ഹദീസ് അവർക്ക് എടുക്കുക. കാരണം അത് അവരുടെ താല്പര്യത്തിലുള്ള ഹദീസാണ്. അങ്ങനത്തെ ഒന്നും ഒരാവശ്യമില്ല. ഖുർആൻ ഇന്ന് ലോകത്തിന് മുമ്പിൽ അങ്ങനെ ഒരു നിത്യസത്യമായിട്ടുണ്ട്. പക്ഷെ അതേസമയം ഞാനിപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസം ഫാദർ YTV നേരാജിൻ്റെ ഒപ്പമായിരുന്നു. YTV നേരാജിനെ നിങ്ങൾക്ക് അറിയുമെന്ന് തോന്നുന്നു. ഇവിടെ മാധ്യമത്തിലും ഇതിലൊക്കെ നമ്മുടെ ഈ ഇസ്ലാമോഫോബിയക്കെതിരെ ക്രൈസ്തവ പക്ഷത്ത് നേരുന്ന അദ്ദേഹം മാർത്തോമാ സഭയെക്കുറിച്ച് ഇദ്ദേഹം പറഞ്ഞല്ലോ, ഈ റാഷിദ് ഗസാലി പറഞ്ഞല്ലോ, മാർത്തോമാ സഭയിൽ തന്നെ വളരെ പ്രധാനപ്പെട്ടൊരു നേതാവാണ്. അപ്പോൾ അദ്ദേഹം ഈ ഹെൻറി മാർട്ടിൻ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് ഇവിടെ ഹൈദരാബാദ് ബേസ് ചെയ്ത്. അതുപോലെ തന്നെ ഇപ്പോൾ അദ്ദേഹം സ്വയം നിലക്ക് ഒരു പത്രം നടത്തുന്നുണ്ട്. ഒപ്പം തന്നെ ബാംഗ്ലൂർ ബേസ് ചെയ്തുകൊണ്ടുള്ള റിസർച്ചാണ് അദ്ദേഹത്തിൻ്റെ പണി. അപ്പോൾ അദ്ദേഹം പറയുന്നൊരു സംഗതിയുണ്ട്, ഈ ഇസ്ലാമോഫോബിയ ഇത് എന്നൊക്കെ ഉള്ളതിൻ്റെ ഒരു ഹിസ്റ്ററി എന്നുള്ളത് നിഷ്പക്ഷമായി ഞങ്ങൾ പഠിച്ചാൽ എന്തിനാണ് ഞങ്ങൾ ഇസ്ലാമിനെതിരെ യുദ്ധം ചെയ്തത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്കറിയില്ല. ഞങ്ങൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹം അതിൻ്റെ ഭാഗമായിട്ട് എന്നിട്ട് പറയുന്നല്ലോ കേട്ടോ. അതായത് ഇവിടുത്തെ ഈ ഇസ്ലാമോഫോബിയ നെറേറ്റീവുകൾ ഇത് പറയുന്ന ആർക്കെങ്കിലും ഗ്രാഹ്യത കുറവുണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, ആ ഭാഗം നിങ്ങൾ വിട്ടാൽ മതി. ഈ സംഗതികളിൽ മുസ്ലിം ലോകത്ത് നിന്ന് നടക്കുന്നപ്പോൾ ഗസയാകട്ടെ, അതല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ പിറവിയാകട്ടെ, ഇത് ലോകത്തിൽ ഏതെങ്കിലും ഒരാൾക്ക് അത് കുഴപ്പമില്ല, അന്നെങ്കിൽ നമുക്കിതിൻ്റെ നടുവിലിരുന്ന് സംസാരിക്കാമെന്ന് തോന്നുന്നു. ഇസ്രായേലും ഫലസ്തീനും തമ്മിലുള്ളൊരു വിഷയത്തിൽ നമുക്ക് അങ്ങനെ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഈ വിഷയത്തിൽ നമുക്കൊരു സെറ്റിൽമെൻറ്റ് ഉണ്ടാക്കാൻ നമുക്ക് രണ്ടുപേരും എന്തെങ്കിലുമൊക്കെ സഹിക്കട്ടെ എന്ന് പറയാൻ പറ്റൂലായിരിക്കും. കാരണം എ ബ്ലേറ്റൻ്റ് ലൈ, ഒരു നഗ്നമായ ഒരു സത്യമായി എന്തുണ്ട്, ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാഷ്ട്രത്തിൻ്റെ പിറവിയുണ്ട്. അതിന്ന് ലോകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ചെയ്തികളുണ്ട്. അതിനെ സംരക്ഷിക്കുന്ന ലോകവ്യവസ്ഥയുണ്ട് അല്ലേ? ആ ലോകവ്യവസ്ഥയിൽ സ്വാഭാവികമായും ഇസ്ലാമിനെതിരെയുള്ള എന്തുണ്ട്, പ്രൊപ്പഗണ്ട മെഷീനറി ഉണ്ട്. ഇസ്ലാമിനെതിരെയുള്ള ശക്തമായി നമ്മൾ ഇന്നിപ്പോൾ ഇന്ത്യയിൽ കേൾക്കുന്നതും ഇത് കേൾക്കുന്നു. അപ്പോൾ ഇതൊന്നും ഞാൻ നിരാശപ്പെടുത്താൻ വേണ്ടി പറയുന്ന പോലെ ഇത് നമ്മൾ ഫാക്ച്വൽ എററുകൾ എന്നുള്ള ഒരു സംഗതി നമുക്ക് ഉണ്ടാവരുത്.
അതുകൊണ്ട് കൂടിയാണ് ഇന്ന് ഇപ്പോൾ നമ്മൾ ഇന്ത്യയിലാകട്ടെ കേട്ടുകൊണ്ടിരിക്കുന്ന ഭരണകൂടത്തിൻ്റെ RSS എന്ന് പറയുന്നത് വെറുതെ നിങ്ങൾക്കെതിരാണ്, നീ അവരോട് എന്തൊരു ദേഷ്യമുണ്ട് എന്നുള്ളതുകൊണ്ട് ദേഷ്യം കാണിക്കുന്നത് മാത്രമല്ല, പ്രത്യയശാസ്ത്രപരമായി അതിന് ബന്ധമുണ്ട്. സയണിസവുമായിട്ട് അതിന് ബന്ധമുണ്ട്. സയണിസവുമായിട്ട് നേരിട്ട് ബന്ധമില്ലെങ്കിലും അതിന് കൂട്ടുകച്ചവടമുണ്ട്. സാമ്രാജ്യത്വത്തിൻ്റെ, ഇമ്പീരിയലിസത്തിൻ്റെ, അതുപോലെ തന്നെ സയണിസത്തിൻ്റെ, ഇന്ത്യയിലെ നിലവിലുള്ള ഫാസിസത്തിൻ്റെ, അവിടേക്കാണ് ശരിക്കും നമ്മൾ ചരിത്രത്തെ എടുത്ത് ഉപയോഗിക്കും. കാലിക പ്രസക്തി എവിടെയെന്ന് ചോദിച്ചാൽ ഞാൻ നിങ്ങളോട് പറയും, സൂറത്തുൽ ഫാത്തിഹ എടുത്തിട്ട് നിങ്ങൾ ഇന്ത്യൻ മുസ്ലിമായിട്ട് ആദ്യം തുടങ്ങുന്നു. ഏതാ സൂറത്ത്? സൂറത്തുൽ ഫാത്തിഹ കഴിഞ്ഞിട്ട് ഏതാ സൂറത്ത്? സൂറത്തുൽ ബഖറ. അൽ ബഖറ, അത് തന്നെയാണ് നിങ്ങളുടെ പാഠം. എന്താ അൽ ബഖറയുടെ അർത്ഥം? പശു. ഞാൻ പഠിക്കുന്ന കാലത്ത് ആലോചിച്ചായിരുന്നു, ഇത്ര ക്ലാസിക്കായ പുസ്തകത്തിന് ഫസ്റ്റ് 2ാമത്തെ പേജിൽ തന്നെ പശു എന്നൊക്കെ പേരിടും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ 2017 ഈ SIOൻ്റെ ദേശീയ പ്രസിഡൻ്റായിരിക്കുന്ന സമയത്താണ് ഈ അഖ്ലാഖ്, അക്ബർ ഖാൻ, ഉമർ ഖാൻ, പഹ്ലു ഖാൻ എന്നൊക്കെയുള്ള ആളുകളൊക്കെ മനുഷ്യരെ പശുവിൻ്റെ പേരിൽ തല്ലിക്കൊല്ലുന്ന ഒരു ദേശീയതയുള്ള നാട്ടിൽ അൽ ഫാത്തിഹ കഴിഞ്ഞ് അൽ ബഖറ നിൽക്കുന്നത് യാദൃച്ഛികമല്ല. നിങ്ങളോട് ഏറ്റവും പൊളിറ്റിക്കലായി സംസാരിക്കുന്ന ഗ്രന്ഥം കൂടിയാണ് വിശുദ്ധ ഖുർആൻ. ഫദബഹൂഹ വമാ കാദു യഫഅലൂൻ. അല്ലാഹ് പശുവിനെ അർപ്പിച്ചളഞ്ഞു ഇല്ലേ? ഒരിക്കലും അവർ അറുക്കാൻ ആഗ്രഹിക്കാതിരുന്ന പശുവിനെ അല്ലാഹ് അറുപ്പിച്ചു എന്ന് പറഞ്ഞില്ലേ? അവർ ചോദിച്ചത് മറ്റേ പശുവാണോ, വെള്ള പശുവാണോ, അറുത്ത പശുവാണോ, ഞങ്ങൾ കൊണ്ടുപോകാത്ത പശുവാണോ? അപ്പം അല്ലാഹ് പറഞ്ഞു അല്ലല്ല, നിങ്ങൾ ഉദ്ദേശിക്കുന്ന മറ്റേ പശുല്ലേ, ആ പശു തന്നെ, ദ ഹോളി കൗ. ആ ഹോളി കൗവിനെ ഫദബഹൂഹ വമാ കാദു യഫഅലൂൻ, അവർ അറുത്തു, വമാ കാദു യഫഅലൂൻ, അവർ അപ്രകാരം ചെയ്യുമായിരുന്നില്ല. അള്ളാഹിൻ്റെ ഓർഡർ മാത്രം ഉണ്ടായതുകൊണ്ടാണ് ചെയ്തത്. ചരിത്രത്തിൽ ഈ വിശുദ്ധ പശു ആവർത്തിക്കുന്നതിൻ്റെ ഒരു നിർണായക നിമിഷം മാത്രമാണ് ഇന്ത്യയിലുള്ള ഈ ഫാസിസത്തിൻ്റെ. അതിൻ്റെ രഥമേതാണ്? അതിൻ്റെ ഇരിപ്പിടം ഏതാണ്? ഖുറാൻ്റെ ഏറ്റവും വലിയ വിഷയത, ഖുറാനിലെ ഇസ്ലാമിലെ ഏറ്റവും വലിയ പ്രശ്നത, ഏറ്റവും വലിയ വൻപാപത ഷിർക്ക്. ഷിർക്ക് വൻപാപം എന്തുകൊണ്ടാവണേ? അത് ആളുകൾ പടച്ചവനെ അറിയാതെ വേറെ ഏതെങ്കിലും പടച്ചവനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ചല്ല ഷിർക്ക് എന്ന് പറയുന്നത്. അത് അതിൻ്റെ ഒരു മാനിഫെസ്റ്റേഷനാണ്. മനുഷ്യർക്ക് ദൈവത്തിനോടുള്ള ഒരു ആരാധന വഴിതെറ്റിപ്പോയിട്ട് ദൈവത്തിനെ അന്വേഷിച്ച് പോയിരുന്നെങ്കിൽ ദൈവം എവിടേക്ക് തന്നെ എത്തും? ഏകനായ ദൈവത്തിലേക്ക് തന്നെ എത്തും. പക്ഷെ ഷിർക്കിന് ദർ ആർ ലോട്ട്സ് ഓഫ് ഷെയ്ഡ്സ് ഓഫ് മാനിപ്പുലേഷൻ. നമ്മൾ ഈ പറയുന്ന ഷിർക്ക് എന്നുള്ളത് മനുഷ്യരുടെ അടിസ്ഥാന ബുദ്ധിയെ തന്നെ കവരുന്നൊരു സാധനമാണ്. ഞാൻ റഹീം സാഹിബിനോടുള്ള സൗഹൃദം വെച്ച് പുലർത്തും, നമ്മളെല്ലാവരോടും സൗഹൃദം വെച്ച് പുലർത്തുമ്പോൾ ഞാൻ പശു എന്ന് പറയുന്നതിനെ എന്ത് ചെയ്യണം? ഞാൻ പശു തിന്നുന്ന അതല്ലെങ്കിൽ പശുവല്ല, ആ കാറ്റഗറിയിൽപ്പെട്ട എന്തെങ്കിലും നാൽക്കാലി വർഗത്തിൽ എന്തെങ്കിലും തിന്നുന്ന ഒരാളാണ് എന്ന് കരുതുമ്പോൾ തന്നെ നിങ്ങൾ അടിച്ചു കൊല്ലേണ്ട ആളാണ് എന്ന് ആ ചിന്ത ഉൽപ്പാദിപ്പിക്കുന്ന ദർശനത്തിൻ്റെ പേര് കൂടിയാണ് ഷിർക്ക്. അതല്ലാതെ അതുകൊണ്ടാണ് ഇന്ന ഷിർക്കല്ല ളുൽമുൻ അലീം എന്ന് പറഞ്ഞു അള്ളാഹ്. ഷിർക്ക് വലിയ അക്രമമാണ് എന്ന് പറയാനുള്ള കാരണം ഇന്ന് ലോകത്ത് നിങ്ങൾ എടുത്ത് നോക്കും. അതായത് യഥാർത്ഥത്തിലുള്ള ഒരു അള്ളാഹ് എന്നുള്ള പേര് വിടും നിങ്ങൾ. കാരണം അള്ളാഹ് എന്നുള്ളത് അങ്ങനെ നമുക്ക് പല പേരുകളുണ്ട്. നിങ്ങൾ ബൈബിൾ എടുത്ത് അറബിയിലുള്ള ബൈബിൾ എടുത്ത് നോക്കിയാൽ കർത്താവ് എന്നുള്ളത് അള്ളാഹ് കാണാം, ഉണ്ടല്ലോ. അതായത് അതല്ല പ്രശ്നം. നമ്മുടെ ആ അള്ളാഹ് ആരാണ്? കുൽ ഹുവല്ലാഹ്. ആ അള്ളാഹ് ഉണ്ടല്ലോ, അഹദ്, ഒന്നേ ഉള്ളൂ, അല്ലാഹു സമദ്. വേറെ ഇടയാളന്മാർ, വേറെ ആശ്രിതർ, അതല്ലെങ്കിൽ ആശ്രയിക്കേണ്ടവരൊന്നുമില്ല. മറ്റുള്ളവരെല്ലാവരും ആശ്രയിക്കുന്നവനും അവനെ ബാക്കിയുള്ളവരെ ആശ്രയിക്കേണ്ടതില്ലാത്തവനുമാകുന്നു. വലം യകുല്ലഹു കുഫുവൻ അഹദ് ലൈസ കമിസ്ലിഹി ഷൈഉൻ എന്നാണ് ഖുർആനിലെ ഏറ്റവും കൂടുതൽ ഭാഗം. ഞാൻ നിങ്ങളോട് പറയുന്നു, ഖുർആനിലെ ഏറ്റവും കൂടുതൽ ഭാഗം അള്ളാഹ് മാറ്റി വെച്ചിരിക്കുന്നത് ഷിർക്കിനെതിരെയുള്ള വർത്തമാനമാണെന്നുണ്ടെങ്കിൽ ആ ഷിർക്കാണ് നിലവിൽ ഇന്ത്യയിൽ മനുഷ്യരുടെ. നിങ്ങൾക്ക് ഭരണഘടനയെ തിരിച്ചു പിടിക്കണമെന്ന് അറിയൂലേ? നമ്മൾ പറയൂലേ എന്താണ് റീഗെയിൻ കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂ. ആളുകൾക്ക് മനസ്സിലാവാത്തതുകൊണ്ടല്ല, പക്ഷെ മനസ്സിലാവൂല. എന്താ കാരണം? മനസ്സിലാകേണ്ടതില്ല.
അതിൽ നിന്നെങ്കിലും മുക്തം, ഷിർക്കിൽ നിന്ന്, അതിന്റെ പ്രാക്ടീസിങ് ഷിർക്കിൽ നിന്ന് മാറി നിൽക്കുന്നവർക്കെങ്കിലുമാണ് ഏറ്റവും ചുരുങ്ങിയത് എന്ന് മനസ്സിലാവുള്ളൂ, മനുഷ്യരുടെ സമഭാവനയെ കുറിച്ച് മനസ്സിലാവുള്ളൂ. അതല്ലെങ്കിൽ അതിലെ വയലൻസ് ഇല്ലാത്തൊരവസ്ഥയിലെങ്കിലും മാത്രമാണ്. അതിനെ വയലൻസ് കൂടി ചേർത്ത് ഉൽപ്പാദിപ്പിച്ചു എന്നുള്ളതാണ് പുതിയ ഹിന്ദുത്വം ചെയ്യുന്നത് കേട്ടോ. പുതിയ RSS, അതല്ലെങ്കിൽ നമ്മളിപ്പോൾ കാണുന്ന പുതിയ കാലത്തെ രൂപം, മനുഷ്യരൊക്കെ കൊല്ലണം. ഇത് ഈ പോളറൈസേഷൻ അങ്ങേയറ്റത്രത്തോളം എന്ന് ചോദിച്ചാൽ, ഒരു ഹിന്ദി കവിതയുണ്ട്, നഫറത്തോ കാ അസർ ദേക്കോ ജാൻവറോ കാ ബട്ടുവാര ഹോ ഗയ. മൃഗങ്ങൾ പോലും എന്തായി? നഫറത്തോ കാ അസർ ദേക്കോ, നിങ്ങൾ വെറുപ്പിന്റെ ആഴം നോക്കൂ. ജാൻവറോ കാ ബട്ടുവാര ഹോ ഗയ, മൃഗങ്ങൾ പോലും വിഭജിക്കപ്പെട്ടു. ഗായ് ഹിന്ദു ഹോ ഗയി, പശു ഹിന്ദു ആയി. നിങ്ങളുടെ വീട്ടിൽ പശു ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ്, നമ്മൾ പണ്ട് മുതലും വീട്ടിൽ പശു ഉണ്ടെന്നുണ്ടെങ്കിൽ അമ്മണിന്നും മാളും എന്നൊക്കെ തന്നെയാണ് വിളിക്കുക, അത് വേറെ വിഷയം. പക്ഷെ അതല്ലാതെ ഇന്ന് അതിന് എന്തുണ്ടായി? പശു എന്ന് പറഞ്ഞാൽ ഹിന്ദു അല്ലേ? എല്ലാവരിലും എന്നല്ല, എല്ലാവരിലും ഷിർക്കിന് അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പുറത്തോ ബക്കര മുസൽമാൻ ബൻ ഗയ, ആട് മുസ്ലിമായി, കൊറ്റന്താടിയൊക്കെ ഉള്ളതുകൊണ്ട് ആട് മുസ്ലിമായി. ഖജൂർ മുസൽമാൻ ബൻ ഗയ, ഈത്തപ്പഴമൊക്കെ നമ്മൾ കരുതുന്നത് എന്തോ അതിവിശുദ്ധ പഴമാണ്, അതുകൊണ്ട് മുസ്ലിങ്ങളുടെ എന്തോ ഒരു പഴമാണ്. എന്ത് പടച്ചം ദുനിയാവിലും മനുഷ്യർക്ക് വേണ്ടി ഉണ്ടാക്കിയ സാധനങ്ങളൊക്കെ എന്തായി നമുക്ക് തന്നെ തോന്നുന്നു. ഞാൻ പറഞ്ഞു കേട്ടോ, ഞാൻ അവരുടെ കാര്യം എന്നല്ല, നിങ്ങൾക്ക് തന്നെ തോന്നാറില്ല. ഈത്തപ്പഴം കാണുമ്പോൾ എന്തോ ഒരു നാരിയൽ ഹിന്ദു ബൻഗൈ, അത് ഈ ഗണേശനെ മറ്റേ വിഘ്നേശ്വരനെ അടിക്കുന്ന സാധനമായതുകൊണ്ട് നാളികേരം ഹിന്ദുവാണ്. ആരോ പറഞ്ഞായിരുന്നു NDTV മുസൽമാൻ ബൻഗയ, രവീഷ് കുമാർ മുസൽമാൻ. സത്യം പറയണ ആരൊക്കെ എന്താവും? സത്യം ആര് പറഞ്ഞു ആര് മാറും? മുസൽമാൻ ബൻഗയ. രവീഷ് കുമാർ മുസൽമാൻ ബൻ, രവീഷ് കുമാർ അതൊന്നും മാറണ്ട അല്ലേ? ഇവൻ എന്താണ്? സുഡാപ്പിയാണ്. ഇവൻ എന്താണ്? മിയയാണ്. ഇവൻ എന്താണ്? രാജ്യദ്രോഹിയാണ്. ഈ രാജ്യദ്രോഹി ഇത് ഇതൊക്കെ വേറെ സാധനത്തിന്റെ പ്രയോഗം പര്യായമൊക്കെയാണ്. ഞാൻ നമ്മളോട് പറയും, നമുക്ക് ഉണ്ടാവേണ്ടത് ഇത് വലിയ, ഞാൻ മനസ്സിലായി, എസ്റ്റീംഡ് ഗാദറിംഗ് ആണ്. വലിയ സമൂഹത്തിലെ പല രീതിയിൽ ഒരു സർക്കിൾ ഓഫ് ഇൻഫ്ലുവൻസ് നിങ്ങൾക്കൊക്കെ ഉണ്ടാവും. നമ്മൾ ഇതൊന്നും പ്രഭാഷണം ചെയ്യാൻ വേണ്ടിയിട്ടോ ബാക്കിയുള്ളവർ പറയാൻ വേണ്ടിയിട്ടോ ഒന്നുമല്ല. നമുക്ക് ഉണ്ടാവേണ്ട ഒരു റിഫ്ലക്ഷൻ എന്നുള്ള അർത്ഥത്തിൽ. ഇതൊന്നും ഞാൻ നിങ്ങളോട് പറഞ്ഞ സാധനം അടുത്ത പോയിന്റായിട്ട് അവിടെ പോയിട്ട് പ്രസംഗിക്കരുത് കേട്ടോ. ഞാൻ നിങ്ങളോട് പറയുന്ന വസീയത്താണിത്. കാരണം അത് വളരെ ആവശ്യമാണ്. കാരണം ഇത് തോട്ടി തുപ്പിയാൽ പരലെടുത്ത് കൊണ്ടുപോകുമല്ലോ. പരലിൻ്റെ വിചാരത്തിൽ അത് മറ്റേ വലിയ സംഭവമാണ്. നമ്മൾ തുപ്പിയതും ചിലപ്പോൾ എടുത്ത് എന്ത് ചെയ്യും, ചിലപ്പോൾ നമ്മൾ അറിയാതെ വന്ന ചില പ്രയോഗങ്ങൾ, സ്ഖലിതങ്ങളൊക്കെ ചിലപ്പോൾ അത് വേറൊരു സന്ദർഭത്തിൽ ഉന്നയിച്ചാൽ ചിലപ്പോൾ. പക്ഷെ അതേസമയം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇനി എടുത്തു നോക്കൂ, എല്ലാ കാര്യവും. ഇപ്പോൾ ജിഹാദിനെ കുറിച്ച് ഞാൻ പറഞ്ഞു, ഹലാൽ ജിഹാദ് അല്ലേ? നമ്മൾ ഹലാല് ചർച്ചയാക്കാൻ തന്നെ ഉദ്ദേശിച്ചിട്ടുണ്ടോ? പക്ഷെ ആരാ ചർച്ചയാക്കുന്നത്? അല്ലാഹ്. ശത്രുവിനെ നല്ല കേട്ടോ ഞാൻ പറഞ്ഞു, ശത്രുവിനെ കൊണ്ട് അല്ലാഹ്. കാരണം ഹലാല് കോയിൻ അറക്കണതാണെന്നാണ് നമ്മുടെ വിചാരം. മീറ്റ് അറുക്കണ ആ സ്ലോട്ടറിങ് പ്രോസസ്സിനെയാണ് നമ്മൾ ഹലാൽ എന്ന് പറയുന്നത്. പക്ഷെ അല്ലാഹ് പറഞ്ഞ ഹലാൽ അതല്ല. അതിലൊരു ഭാഗമാണ് ആ അറുക്കുന്ന പ്രോസസ്സ് എന്നുള്ളത്. ഹറാമായ പൈസ കൊണ്ട് ഹലാൽ ചിക്കൻ കഴിക്കാൻ പറ്റുമോ? പക്ഷെ ഇന്ന് കൂടുതൽ ആളുകൾ അങ്ങനെയാണ് ചെയ്യുന്നത്. ഹലാൽ ചിക്കൻ തന്നെ വേണം, പക്ഷേ കീശയിൽ വന്നത് ഹറാമാണോ ഹലാലാണോ എന്നുള്ളതൊന്നും പ്രശ്നമൊന്നുമില്ല. കൊച്ചിയിലിപ്പോൾ ഒരു വിജിലൻസ് പിടിച്ചല്ലോ, അവരുടെ ഇന്നലത്തെ ഇൻ്റർവ്യൂ ഞാൻ കണ്ടത്. ഏറ്റവും കുറവ് കൈക്കൂലി ഞാനാ വാങ്ങിക്കണമെന്നാണ് പറഞ്ഞത്. ഈ ഓഫീസിലെ ഏറ്റവും കുറവ്, ബാക്കിയുള്ളവരൊക്കെ 3 കോടി റുപ്യ വരെ വാങ്ങിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് നമ്മളെ കൊണ്ട് ഹലാലും ഹറാമും നിങ്ങൾക്ക് പ്രശ്നമില്ലെങ്കിൽ ശത്രുവിനെ കൊണ്ടെങ്കിലും വീണ്ടും പടച്ചവൻ ടേബിൾ ചെയ്യിപ്പിക്കുകയാണ്. ഹലാൽ ജിഹാദ് എന്നുള്ളത് നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കാര്യം അങ്ങനെയൊന്നല്ല. നിങ്ങളെ പടച്ചവനൊരു സാമൂഹികമായ പ്രശ്നത്തിൽ തന്നെ വയലിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിനെ നമ്മൾ ആത്മവിശ്വാസത്തോടു കൂടി എടുത്താൽ മതി. കാരണം നമ്മൾ ഇസ്ലാം ഇല്ലാത്തൊരു കാലത്തോ മുസ്ലിം അല്ലാത്തൊരു കാലത്തോ അങ്ങനെയൊന്നല്ല നിൽക്കുന്നത്. മറ്റൊന്ന്, നമ്മുടെ ഒരു 4 പോയിന്റ് കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. എൻ്റെ മേജർ സംസാരത്തിൻ്റെ ഭാഗമായിരുന്നു. ഞാൻ പിന്നെ റഹീം സാഹിബ് തന്ന ഒരു
ഇതിലങ്ങോട്ട് ആമുഖം കുറച്ച് കൂട്ടിപ്പോയിരുന്നു. അതുകൊണ്ടാണ് ആ ചരിത്രവും പാട്ടൊക്കെ കുറച്ച് വന്നത്. അതെൻ്റെ സ്ക്രിപ്റ്റിലില്ലാത്തതാണ്. ഇത്തരം സന്ദർഭങ്ങളിൽ, നമ്മൾ ഇന്ന് അഭിമുഖീകരിക്കുന്ന സന്ദർഭങ്ങളിൽ ഒരു മുസ്ലിമിന് വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ മാത്രം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ 4 തരത്തിൽ അള്ളാഹ് അതിനെക്കുറിച്ച് നിരൂപണം നടത്തുന്നത് കാണാൻ പറ്റും. 4 തരത്തിൽ. അതിലൊന്ന്, അതെപ്പോഴും നമ്മൾ പറയാറുണ്ട് നമ്മുടെ പ്രഭാഷണത്തിലൊക്കെ, പക്ഷെ ഒന്ന് മാത്രമല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്, പക്ഷെ ഒന്ന് വളരെ പ്രധാനപ്പെട്ടതുമാണ്. അതാണ് അലിഫ് ലാം മീം അഹസിബൻ നാസു യുത്രകു അയ്യഖൂലു ആമന്ന വഹും ലാ യുഫ്തനൂൻ വലഖദ് ഫതന്നല്ലദീന മിൻ ഖബ്ലിഹിം ഫലയഅലമന്ന അല്ലാഹുല്ലദീന. അള്ളാഹ് നിങ്ങളെ വെറുതൊന്നും പോവാം, വിശ്വാസിയാണെന്നുള്ളത് കൊണ്ട് നന്നായി ജീവിക്കാനൊന്നും വിടൂല. ഖുർആനിൽ ഒരുപാട് ആയത്തുകളുണ്ട്. നന്നായിട്ടുള്ള ജീവിതം എവിടെയാ? ഈ വൽ ആഖിറത്തു ഖൈറും വഅബ്ക. നല്ല ജീവിതം ആഖിറത്താണ്. ഹയാത്തു ദുനിയാന്ന്, ദുനിയ എന്ന് പറഞ്ഞാൽ തന്നെ അർത്ഥം എന്താണെന്നറിയോ? ഏറ്റവും താഴ്ന്നതെന്നാണ്. ദനിയ എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിൽ അർത്ഥം ചെറുത് എന്നാണ്. അതായത് നമ്മൾ ഈ ലോക്കൽ എന്നൊക്കെ പറയുമല്ലോ, മറ്റേ മുടക്കച്ചരക്കായിട്ട് കിടക്കുന്ന തെരവ് കഴിഞ്ഞിട്ട് നമ്മൾ 3 10 എന്നൊക്കെ പറഞ്ഞ് വെക്കുന്ന ടൈപ്പില്ലേ, ആ സാധനമാണ് എന്ത്? ദുനിയാവ്. പടച്ചോൻ ദുനിയാവ് അങ്ങനെ കൊടുത്തേക്കുന്ന ഒരു സാധനമാണ്. ഈ ദുനിയാവിൽ വല്ലദീ ഖലഖക്കും, അല്ലേ, നിങ്ങളെ ഖലഖൽ മൗത വൽ ഹയാത്ത എന്തിനു വേണ്ടിയിട്ടാ? ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു. ട്രയൽസ് ആൻഡ് ട്രിബുലേഷനിലൂടെ നിങ്ങൾ പോകേണ്ടി വരും. ചില ആളുകൾക്ക് അങ്ങനെ അല്ലാത്ത ഘട്ടവും ഉണ്ടാവും, ചില തലമുറകൾക്ക്. പക്ഷെ നമ്മളുള്ളത് ഇന്ന് മറ്റേ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പാട്ട് പാടേണ്ടവരല്ല. അന്ന് പിറന്നെങ്കിൽ എന്ന് പറഞ്ഞല്ലോ, അതായത് മക്കത്ത് പൂത്തൊരു ഈത്തമരത്ത്, അന്നല്ല, നിങ്ങളെ പടച്ചവൻ ഇന്നാണ് ടെസ്റ്റ് ചെയ്യാൻ. ഹുവല്ലദീ ഖലഖൽ മൗത വൽ ഹയാത്ത്. അള്ളാഹു മരണത്തെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞു, വൽ ഹയാത്ത് ജീവിതത്തെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞു കേട്ടോ. എന്തിന്? ലിയബ്ലുവക്കും അയ്യോ, നിങ്ങളിലെ ഏറ്റവും മികച്ച നിങ്ങളെ ഉണ്ടാക്കാനുള്ള അവസരമാണ് പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ. പ്രയാസമൊന്നും വരൂല എന്നല്ല, വരും. പക്ഷെ അവിടെയാണ് ഏറ്റവും മികച്ച നിങ്ങൾ ഉണ്ടാവുക, ഏറ്റവും മികച്ച നിങ്ങൾ ഉണ്ടാവുക. അതുകൊണ്ട് ഫിത്ന എന്ന് പറഞ്ഞാൽ, ഫിത്ന എന്നുള്ള അറബി വാക്കിൻ്റെ അർത്ഥം തന്നെ എന്താണെന്നറിയോ നിങ്ങൾക്ക്? അറബി ഭാഷയിൽ ഫിത്ന എന്നുള്ള വാക്കിൻ്റെ അർത്ഥം, ഈ നിങ്ങൾ ഈ മുക്കുപണ്ടം അങ്ങാനും മുക്കുപണ്ടമാണോ എന്ന് സംശയിച്ചിട്ട്, ഇപ്പം മുക്കുപണ്ടമാണോ എന്ന് എല്ലാത്തിനും സംശയിക്കും, അന്ന സ്വർണത്തിന് അത്ര വിലയാണ്. നിങ്ങൾ വിൽക്കാൻ ചെന്നാൽ ചിലരിങ്ങനെ തൂക്കി തന്നെ ഇത് മുക്കാണെന്ന് പറയും. നല്ല സ്വർണമാണെന്ന് തെറ്റിദ്ധരിപ്പിക്കാവുന്ന അതിവിദഗ്ധമായി മുക്കിൽ നിർമ്മിച്ച, മുക്ക് തന്നെയല്ലേ ഇവിടെ പറയാം, ഓക്കെ, വരവ് എന്ന് പറയും, മുക്ക് എന്ന് പറയും, അതന്നെയാണ് ആർട്ടിഫിഷ്യലായി ഉണ്ടാക്കിയ ഇതിൽ സ്വർണത്തിൻ്റെ എത്ര അംശമുണ്ട് എന്ന് അറിയാൻ വേണ്ടി നടത്തുന്ന ടെസ്റ്റിനെയാണ് ഫിത്ന എന്ന് പറയാം കേട്ടോ. അറബി ഭാഷയിൽ തന്നെ അങ്ങനെ പറയാം. അതായത് ലോഹം അതിതീവ്രമായ ചൂടിൽ കത്തിക്കുന്നതിനെയാണ് ഫിത്ന എന്ന് പറയാം. നമ്മൾ പരീക്ഷണം എന്നൊക്കെ മലയാളത്തിൽ പറയില്ലേ, ഫിത്ന വന്നു എന്നൊക്കെ പറയാം. എന്നിട്ട് എന്താണോ ബാക്കിയാവണത്, അല്ലേ, നിങ്ങൾ 1 പവൻ വാങ്ങിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 1 പവൻ തന്നെ ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ കത്തിപ്പോയി ഇത് അല്ലാതെ നിങ്ങളുടെ അഴുക്കു ഇതൊക്കെ അതിൽ നിന്നൊക്കെ പോകും. ഇത് കഴിഞ്ഞ് ബാക്കിയുള്ള കൃത്യം തൂക്കം കിട്ടണം പടച്ചവന്. അതിൻ്റെ പേരാണ് ഫിത്ന. ആ ഫിത്ന വരുന്ന കാലത്ത് ഞങ്ങളൊക്കെ കുടുങ്ങിയല്ലോ പടച്ചോനെ, എന്ത് കാലമാണ്. അങ്ങനെ നല്ല ചിന്തിക്കേണ്ടത്. നൈബു സമാനന വൽ ഐബു ഫീന വമാലി സമാനിന ഐബുൻ സിവാന എന്നാണ്. നമ്മൾ കാലത്തെ പഴിക്കുന്നു, പക്ഷെ വൽ ഐബു ഫീന, ശരിക്കും പഴി കേൾക്കേണ്ടതാരാ? നമ്മളാണ്. വമാലി സമാനിന ഐബുൻ സിവാന, നമ്മളൊക്കെ ഇതിൽ ജീവിച്ചു എന്നല്ലാത്ത ഒരു കുറവും കാലത്തിന് ഇല്ല എന്നാണ്. അങ്ങനത്തെ ഒരു ഐബും കാലത്തിന്, കാലം സൂപ്പറാണ്. ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിനേക്കാൾ മെച്ചപ്പെട്ട ഒരു നൂറ്റാണ്ടിലാണ് നമ്മൾ ജീവിക്കണമെന്നും പറയാം വേണമെങ്കിൽ. ഫ്രാൻസ് ഹൗളിങ്ങിൻ്റെ ഒരു പുസ്തകമുണ്ട്, ഫാക്ട്ഫുൾനെസ്. അതിൻ്റെ അവതാരിക എഴുതിയിട്ടുള്ളത് ബിൽ ഗേറ്റ്സ് ആണ്. അതായത് കഴിഞ്ഞ ഒരു നൂറ്റാണ്ടുണ്ടല്ലോ, 1900, ആ കാലത്തുണ്ടായിരുന്ന ലോകത്തിൻ്റെ മൊത്തം അവസ്ഥയിൽ നിന്ന് 2020 ലോകത്തിൽ വളരെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്, ശരിയാണ്. പക്ഷെ അതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു കാലത്തും ലോകത്തൊക്കെ തന്നെയാണ് നമ്മൾ ജീവിക്കുന്നതെന്നുള്ളതിൻ്റെ ഒരു ഡാറ്റ സഹിതം. എല്ലാ ഡാറ്റയും വിശ്വസിക്കേണ്ടതില്ലെങ്കിൽ പോലും നമ്മൾ അങ്ങനെ അമ്പരപ്പും പാരം പറയാനോ നല്ലത് പറയുന്നത്. പക്ഷെ അപ്പോൾ പോലും നമ്മളിലെ നമ്മൾ വിശ്വാസികളെ കുറിച്ച് സൂറത്തുൽ അഹ്സാബ് എന്നൊരു സൂറത്തുണ്ട്. എന്തിനാണ് അഹ്സാബ്? എന്തിനാണ്? ഖുർആനൊക്കെ നിങ്ങൾ ആലോചിക്കുമ്പോൾ ഈ സൂറത്ത് എന്തിനാണെന്ന് ആലോചിക്കുന്നത് കേട്ടോ. ഈ കാലിക പ്രസക്തി വെച്ച് തന്നെ നിങ്ങൾ ആലോചിക്കും, ഇത് എന്താണ് നമ്മളോട് പറയാൻ ശ്രമിക്കുന്നത്?
അഹ്സാബ് എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാവരും ശത്രുക്കൾ എന്നാണ് ശരിക്കും അതിൻ്റെ അർത്ഥം. നിങ്ങൾ വിചാരിക്കും മിത്രങ്ങളാണ് ഉണ്ടാവുക, അല്ല, ശത്രുക്കളാണ്. കാരണം ഇതിൻ്റെ ഒരു മെക്കാനിസത്തിൽ ആ സാധനമുണ്ട്. കാരണം ഈ ലോകത്തുള്ള എല്ലാ അധമമായ അക്രമത്തിലൂന്നിയ വ്യവസ്ഥയോടും യുദ്ധം പ്രഖ്യാപിച്ചിറങ്ങിയിട്ടുള്ള ദർശനത്തോട് അതിൻ്റെ ആളുകൾക്ക് പ്രശ്നമുണ്ടാവും, ഇല്ലേ? ഉണ്ടാവും. ഞാൻ ഒന്നുകൂടി ഉദാഹരിച്ചു വേണമെങ്കിൽ പറയാം. ഖുർആൻ പറയുന്ന വൻപാപം അതാ, ഇസ്ലാം പറയുന്ന വൻപാപം ഒന്ന് ശിർക്ക് പറഞ്ഞു. ശിർക്ക് ഇനി അങ്ങനെ മനുഷ്യരുടെ ഇബാദത്തിലും മനുഷ്യരുടെ ദൈവ സ്വാതന്ത്ര്യത്തിലും കൊല്ലട്ടോ. ഖുർആൻ അതിനെക്കുറിച്ച് വേറെ ലാ ഇക്റാഹ ഫിദ്ദീൻ, അത് വേറെ പ്രയോഗമാണ്. മനുഷ്യരുടെ ആരാധനാ സ്വാതന്ത്ര്യം അതിനെക്കുറിച്ചല്ല പറയുന്നത്. ഷിർക്ക് എന്നുള്ളത് മുശ്രിക്കാന ജാഹിലിയത്ത് എന്ന് സയ്യിദ് മൗദൂദിയൊക്കെ വിശദീകരിക്കുന്നുണ്ട്. ജാഹിലിയത്തിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഷിർക്കുണ്ട്. മനുഷ്യരുടെ അവിവേകവും മനുഷ്യർക്ക് ഒന്നാമത്തെ തന്നെ വിവരമില്ല, ആ വിവരത്തിന് ഷിർക്കും കൂടി അകമ്പടിയാവുമ്പോൾ എന്താവും? അതുകൊണ്ടാണ് മറ്റേ തമിഴ്നാട്ടിലെ മറ്റേ പൊളിറ്റീഷ്യൻ പറഞ്ഞല്ലോ, ലോകത്തിലെ ഒരേ ഒരു സ്ഥലമാണ് പശുവിൻ്റെ ഇറച്ചി തിന്നാത്തത്, പശുവിൻ്റെ നെയ്യ് കത്തിക്കുന്നത്, പശുവിൻ്റെ പാല് ഒഴിക്കുകളെ. അപ്പം അതൊരു വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. പക്ഷെ അപ്പോൾ പോലും എന്ത് ചെയ്യും? ഇത് മനുഷ്യരോട് പ്രബോധനം ചെയ്യാറില്ല. ഇതാണോ വേണ്ടതെന്ന് ചോദിക്കണ്ടേ? ഇത് ചോദിക്കാൻ പറ്റാത്തൊരു സ്ഥലത്ത്, ഞാൻ നേരത്തെ അമേരിക്കയിൽ സംസാരിക്കാൻ പറ്റുന്നൊരിടമുണ്ടെന്ന് പറഞ്ഞല്ലോ. ഞാൻ പറയുന്നത് ഏറ്റവും ചുരുങ്ങിയത് മനുഷ്യർ സ്വന്തം വിശ്വാസത്തെക്കുറിച്ച് ശങ്കയെങ്കിലുള്ളവരായാൽ ഓക്കെയാണ്. ഞാൻ ഈ യുക്തിവാദത്തിൻ്റെയും നിരീശ്വരവാദത്തിൻ്റെയും ചർച്ച കേൾക്കുമ്പോൾ ഞാൻ എപ്പോഴും ആലോചിക്കാറുള്ള ഒരു കാര്യമാണ്, ഏറ്റവും ചുരുങ്ങിയത് അയാൾ എന്തിൽ നിന്ന് മോചിതനായി? ബഹുദൈവത്വത്തിൽ നിന്ന് മോചിതനായി. ഞാൻ നിങ്ങൾക്ക് എത്ര എതിർപ്പ് തോന്നിയാലും ഞാൻ കരുതാറുള്ള ഒരു സാധനം, ഒരാൾ അയാൾക്ക് കിട്ടിയുള്ള വിശ്വാസത്തെ, അത് മാത്രം നമ്മൾ പോലും കേട്ടോ, നമുക്ക് കിട്ടിയുള്ള വിശ്വാസത്തെ അന്ധമായി പിന്തുടരുന്നതിനല്ല എന്ന് പറയാ. ഇപ്പോൾ അങ്ങനെയുള്ളിടത്തുനിന്ന് ഒരാൾ വിശ്വാസം അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങി പുറപ്പെടുന്നുണ്ടെങ്കിൽ അത് പോസിറ്റീവായ, അയാൾക്ക് തെറ്റരുതെന്ന് ഇസ്ലാമിന് നിർബന്ധമുണ്ട്. ഇസ്ലാം അയാളോട് സംസാരിക്കുകയൊക്കെ ചെയ്യും, ഇതാണ് അതിൻ്റെ ബാധ എന്നൊക്കെ പറയും. പക്ഷെ പിന്നീട് അതും അള്ളയും അവനും തമ്മിലുള്ള സംഭവമാണ്. പക്ഷേ ഈ 150 കോടി ജനങ്ങൾ എന്ന് പറയുന്ന ലോകത്തെ 6-1 മനുഷ്യനാണല്ലോ ഇന്ത്യയിലുള്ളത്. ഇവരുടെ ബുദ്ധിയെ കവർന്ന്, അതല്ലെങ്കിൽ അവർക്കുള്ള മാനിപ്പുലേഷൻ, ഇവിടുത്തെ ഒരു 14 കോടി 18 കോടി വരുന്ന മുസ്ലിങ്ങളാണ് ഇവരുടെ ശത്രുക്കളെന്ന് ഇവർക്ക് തോന്നിപ്പിച്ചത് ആരാ? ഒരു വ്യക്തിയല്ല, മറിച്ച് ഒരു ദർശനമാണ്. ആ ദർശനത്തെ മതത്തിലും, നമ്മൾ സാധാരണ പറഞ്ഞ ഹിന്ദു മതമല്ലല്ലോ, ഇപ്പോൾ ഹിന്ദുത്വല്ലേ ഇത്, ഹിന്ദുമതമല്ല, പൊളിറ്റിക്കൽ ഹിന്ദുത്വമായിട്ട് അതിനെ ഉപയോഗിക്കുകയാണ് RSS ചെയ്യുന്നത്. ചെറുതല്ലാത്തൊരു കാര്യമാണത്. അപ്പോൾ മനുഷ്യരുടെ സൗഹാർദ്ദത, മനുഷ്യ സൗഹാർദ്ദം കൃത്യമായി ഉണ്ടാക്കേണ്ടതല്ല. മതങ്ങൾ തമ്മിൽ പരസ്പരം അങ്ങോട്ടും സഹകരിച്ചും സഹായിച്ചും ഒരുമിച്ച് നിന്നൊക്കെയാണ് നമ്മളിവിടെ പോയിട്ടുള്ളത്. പക്ഷെ ഇവിടെ ബോധപൂർവമുള്ള ശ്രമമാണ്. അപ്പോൾ ഇവിടെ ചിലർ റെസിസ്റ്റ് ചെയ്യും, ചിലർ തീവ്രമായി ഇപ്പുറത്ത് തങ്ങളുടെ മതപരിവേഷത്തെക്കുറിച്ചൊക്കെ വേറെ പറയും. പക്ഷെ അതിനേക്കാൾ അപ്പുറം ഖുർആൻ പറയുന്ന ഒന്ന്, ഇപ്പോൾ ഷിർക്കിനെ കുറിച്ച് പറഞ്ഞു. ഇനി വ്യഭിചാരം വൻപാപമല്ലേ? വ്യഭിചാരം വൻപാപമാണോ? ആ വ്യഭിചാരത്തിൽ നിങ്ങൾ എടുത്തു നോക്കൂ, സിന. ഈ വ്യഭിചാരം ഏറ്റവും നോർമലൈസ് ചെയ്യപ്പെട്ടൊരു കാലമാണ് നമ്മുടേത്. അതായത് അതിന് പേരെന്ന് പറഞ്ഞാൽ എൻ്റെ ഇഷ്ടം എന്നാണ്. അതിന് പേരിൽ അല്ലാതെ മറ്റേതുപോലെ മോശമുള്ളൊരു കാലത്ത് ഒരാൾ എങ്ങനെയോ വ്യഭിചരിക്കുന്നതിനെ കുറിച്ചല്ല പറയുന്നത്. വ്യഭിചരിക്കാനുള്ള സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി എന്നുള്ളതാണ്. മനുഷ്യർ പഴയ കാലങ്ങളിൽ വ്യഭിചരിച്ചിട്ടില്ല എന്നുള്ളത് അതിന് സിദ്ധാന്തവും. അതെന്താണ് കുഴപ്പം? 2 കൂട്ടർ തമ്മിൽ ഉഭയകക്ഷി സമ്മതമല്ലേ എന്ന് പറയുന്നിടത്ത് ലോകത്ത് ഏറ്റവും വലിയ വ്യവസായങ്ങളിൽപ്പെട്ട ഒന്ന് പോണാണ്, അതായത് പൊണോഗ്രഫിയാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ മനുഷ്യർ ശരീരം വിൽക്കുന്നതും വാങ്ങുന്നതും കൺസ്യൂം ചെയ്യുന്നതും അതിന് വേറെ കണ്ടന്റ് ഉണ്ടാക്കുന്നതും ഒക്കെ ഇതിലാണ്. ഈസിയസ്റ്റ് ക്രൈം ടു കമ്മിറ്റുമാണ്. ഇത് ഒരു ബിസിനസ്സുമായി അധികാരം പോലെ തന്നെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. ലോകത്ത് എല്ലാ ട്രാൻസ്പോർട്ടേഷനും ലോജിസ്റ്റിക്സും നിലച്ച കാലത്തും പ്രശ്നമില്ലാതെ നടന്ന, കോവിഡ് കാലത്തും നടന്ന ഇൻഡസ്ട്രിയാണ്. എല്ലാവരും വീട്ടിലിരുന്ന് മനുഷ്യർ അവരെ ഏറ്റവും അവസാനം ഞാൻ എൻ്റെ നഗ്നത വിറ്റ് ജീവിക്കാം എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നതല്ല, നമുക്ക് ആലോചിക്കാൻ പറ്റാത്ത
എന്താണ് ഡാർക്ക് വെബുകളുടെ കാലത്തെ കുറിച്ചാണോ ഞാൻ പറയുന്നത്? നിങ്ങൾക്കിത് എത്ര മനസ്സിലാവുമെന്നറിയില്ല. അതുകൊണ്ട് ഇതിൽ ശക്തമായ ആർക്കെങ്കിലും ഇത് പാടില്ല എന്ന് പറയുന്ന ദർശനം ഏതാ ഉള്ളൂ? നിങ്ങൾക്ക് ചുറ്റും പറയുന്ന ഈ പറയുന്ന ഈ രാഷ്ട്രീയക്കാർക്കോ നിങ്ങളുടെ ചുറ്റും കാണുന്ന ഇൻഫ്ലുവൻസേഴ്സിനോ ഒന്നും അതിൽ ഇത് പാടില്ല, ഇത് ഉണ്ടാകരുത് എന്ന നിർബന്ധമില്ല. ഇസ്ലാമിനേ ഉള്ളൂ. അവിടെയാണ് ഇസ്ലാം അത് വാല്യൂ എന്നുള്ളത് അത്ര പ്രധാനപ്പെട്ട് കാണുന്നത്. അപ്പോൾ ഇസ്ലാമിന് നേരെയുള്ള ചൊരുക്ക്, നമ്മളിങ്ങനെ ഇസ്ലാമിനെതിരെയുള്ള കുറേ വിമർശനം ഫേസ്ബുക്കിൽ കാണുമ്പോൾ ഇവൻ ഇതിൽ ഇസ്ലാമിനുള്ള വിമർശനം എതിരും കൂടി ആയിരിക്കും പ്രഖ്യാപിക്കേണ്ടാവുക. അല്ലാതെ ഈ എന്തല്ല രവിചന്ദ്രൻ പറയണ എല്ലാത്തിനെയും സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാത്രമല്ല, ഇവന്റെ ഫ്രീ സെക്സിനെ സപ്പോർട്ട് ചെയ്യുന്ന ആരാ? രവിചന്ദ്രനാണ്. ഇസ്ലാം ഇവന്റെ ഫ്രീ സെക്സിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. മുസ്ലിമായിട്ട് കൂടിയും ഇസ്ലാമിന്റെ ശത്രു ആകാനുള്ള കാരണം എന്താ? എനിക്ക് എൻ്റെ ഇഷ്ടം പോലെ ജീവിക്കാൻ പറ്റില്ല. ചിലവരുടെ വൈവാഹിക ജീവിതം അങ്ങോട്ട് കംപ്ലീറ്റ് ഫെയിലിയർ ആവും അല്ലേ? ഇന്ന് ഒരു വരുന്ന സമയത്തൊരു തമാശ ഇട്ടാണ്, നിങ്ങളതൊരു നല്ല ഭാര്യയെ നല്ല ഭർത്താവിനെ കല്യാണം കഴിച്ചാൽ നിങ്ങൾ കംപ്ലീറ്റ് ആയി. നിങ്ങൾ മോശമായൊരു ഭാര്യയെയോ മോശമായൊരു ഭർത്താവിനെ കല്യാണം കഴിച്ചാൽ നിങ്ങൾ ഫിനിഷായി. ഇതാണ് കംപ്ലീറ്റും ഫിനിഷും തമ്മിലുള്ള വ്യത്യാസം. നിങ്ങൾ പരസ്പരം ഒരിക്കലും ചേർന്ന് പോകുന്നില്ലെങ്കിൽ നിങ്ങൾ കംപ്ലീറ്റ്ലി ഫിനിഷ്ഡ് ആയി. അപ്പോൾ ഇങ്ങനെയുള്ളൊരു കുടുംബ ജീവിതത്തെക്കുറിച്ചുള്ള സംശയങ്ങൾ ഉണ്ടാക്കുക. മനുഷ്യരുടെ തുടർന്ന് ഇന്ന് ആർക്കും ആ വാല്യൂ ഇല്ലാത്തൊരു കാലമാണ്. ഇവിടെ ഇസ്ലാം അതിനെക്കുറിച്ച് പറയുന്നു. നമുക്ക് തിരിച്ചു പഠിക്കാനുള്ള, ഞാൻ പറഞ്ഞല്ലോ, രാഷ്ട്രീയവും സാമൂഹികമായ സാധനം മാത്രമല്ല, ഇങ്ങനത്തെ വാല്യൂ ബേസ്ഡ് വളരെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളെന്ന് തോന്നുന്ന സംഗതികൾ, ഇതിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചൊരു കാലവും ചുറ്റുമുണ്ട്. അവിടെയാണ് നമുക്ക് ഈ ഗൈഡൻസ്, നേരത്തെ പറഞ്ഞ പോസിറ്റീവായ സംഗതി എന്ന് വെച്ചാൽ ഈ ഗൈഡൻസ് നമുക്ക് നഷ്ടമായിട്ടില്ല. ഈ ഗൈഡൻസ് നമുക്ക് എങ്ങനെയാണോ റസൂലിന് ഖുർആൻ അവതരിച്ച് കിട്ടിയത്, എങ്ങനെയാണോ റസൂലിൻ്റെ ജീവിതം ഉണ്ടായിരുന്നത്, അതിൽ സാധ്യമാകുന്ന അളവിൽ നമുക്ക് മുമ്പിൽ നമ്മൾ പിൻപറ്റുന്നുണ്ടോ പിൻപറ്റുന്നില്ല ഇത് വേറെ വിഷയം. പക്ഷേ ആസ് ഇറ്റ് ഈസ് നമുക്ക് ഇത് ലഭ്യമായിട്ടുണ്ട്. ഇത് തന്നെയാണ് കള്ള്, ഹംറ്. നിങ്ങൾ ഇപ്പോൾ ആളുകൾ ഇപ്പോൾ രാസലഹരി എന്നൊക്കെ ബോധപൂർവ്വം പ്രയോഗിക്കണേ, അതൊക്കെ ഒരു ട്രാപ്പാ. അതായത് രാസലഹരിയെ പ്രശ്നമുള്ളൂ പറയാൻ വേണ്ടിയിട്ടും കൂടിയാണ്, മറ്റേത് ഞങ്ങളുടെ വരുമാനമുള്ളൂ അതുകൊണ്ടും കൂടിയാണ്. അതായത് ഇതില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയിൽ സർക്കാരുകൾ, രാജ്യം, ലോകം എത്തിയ കാലമാണ്. ഇവിടെയാണ് ഇസ്ലാം അതിനോട് പറയുന്നത് ഫജ്തനിബൂഹു, അതിൽ നിന്ന് വിട്ടുനിൽക്കൂ. ലോകത്തിലെ ഏറ്റവും വലിയ വ്യവസായം ലോട്ടറി, ഗാംബ്ലിംഗ്. ലോകത്തിലെ ഏറ്റവും വലിയ ചൂഷണം പലിശ, അല്ലേ? നിങ്ങളെടുത്തു ഇസ്ലാമിന് ശത്രുക്കൾ ഉണ്ടാവുന്നത് എന്നുള്ളത് ഇതിന്റെ നടത്തിപ്പുകാരും പ്രായോജകരൊക്കെ ഇതിന്റെ ശത്രുക്കളായിരിക്കും. ഇന്ന് ലോകം നിയന്ത്രിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ഈ 5-6 വ്യവസായികളാണ് ഈ പറഞ്ഞ മേഖലയിലെ. അവർക്ക് പിന്നെ ഇസ്ലാമിനോട്, ലോകത്തിലെ മനുഷ്യൻ അന്യായമായി മനുഷ്യരെ കൊല്ലരുത്. എല്ലാ രാജ്യങ്ങളുടെ കയ്യിലും ആയുധം കൊടുത്തത് ആരാ? ഇസ്ലാമാ. ഇവിടുത്തെ ആയുധ നിർമ്മാണ കമ്പനികളല്ലേ? ലോകത്തിലെ ഏറ്റവും വലിയ വ്യവസായം അതല്ലേ? ഞാൻ പറഞ്ഞത് ഇതൊക്കെ എന്നിട്ട് ഇസ്ലാമിനെതിരെ ബദർ യുദ്ധത്തിലെ ആളുകളുടെ കണക്ക്, ഉഹുദ് യുദ്ധത്തിലെ 70 പേരുടെ കണക്കാണ് എപ്പോഴും വരിക. കഴിഞ്ഞ നൂറ്റാണ്ടിൽ മാത്രം 1-ാം ലോകമായുധം 2-ാം ലോകമായുധം മാത്രം 5.5 5.5 കോടി മനുഷ്യന്മാരെ കൊന്നുണ്ട്. അത് 7 കോടി വരെ ആകുമോ എന്നുള്ളതിനെ കുറിച്ചേ ചർച്ചയുള്ളൂ. ഇത് ചർച്ചയിലില്ല. അതുകൊണ്ടാണ് ഈ ലോകത്ത് ഈ ചർച്ചയിൽ നമുക്ക് ഇസ്ലാമിൻ്റെ പ്രതിനിധാനമായി നമ്മുടെ സർക്കിൾ ഓഫ് ഇൻഫ്ലുവൻസ് എങ്കിലും ഏറ്റവും ചുരുങ്ങിയത്. നമുക്കൊരു സർക്കിൾ ഓഫ് ഇൻഫ്ലുവൻസ് ഉണ്ടാവും. ഒന്ന് നമ്മളാണ്, നമ്മുടെ ഫാമിലിയാണ്, നമ്മുടെ തൊഴിലിടമാണ്, നമ്മുടെ ഇത്തരത്തിലുള്ള ഗാദറിംഗ് ആണ്. ഇവിടെ നമുക്ക് ഇസ്ലാമിന് വേണ്ടി ആ എഴുന്നേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അതാണ് അതിൽ ഒന്നാമത്തത്. രണ്ടാമത്തത് അള്ളാഹ് ചോദിക്കുന്നത് നേതൃത്വങ്ങളോടാണ്. അപ്പോൾ നിങ്ങൾക്ക് നേതൃത്വമാണെന്നാണ് വിശ്വസിക്കുന്നത്. നിങ്ങൾ നേരത്തെ സംഘടനകൾ, നിങ്ങളൊരു സംഘടനയാണ്. വേറൊരു രീതിയിൽ പറഞ്ഞു, സംഘടന എന്ന് പറഞ്ഞാൽ മനുഷ്യരിങ്ങനെ കൂടുന്നതിനൊക്കെ സംഘാടനം എന്നാ പറയുക. അത് ഏത് സമയം പിരിച്ചുവിടുകയും ചെയ്യാം. ഇസ്ലാമിൽ അത് പിരിച്ചുവിട്ടെന്ന് വെച്ചാൽ ഒന്നും ഉണ്ടാവില്ല. ഉണ്ടായിന്ന് വെച്ചും കൂടുതൽ അതിൻ്റെ ഗുണങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയിട്ടെന്നുണ്ടെങ്കിൽ അത്, കാരണം അത് സംഘടനയിലുള്ള വിശ്വാസം ഇസ്ലാമിലുള്ള വിശ്വാസമല്ലല്ലോ. മനുഷ്യരുടെ ആ സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? സംഘടന ഉണ്ടാക്കുകയും, സംഘടന സ്ഥാപനമൊക്കെ ഉണ്ടാക്കുന്നത് പോലെ സംഘടന ഉണ്ടാക്കുകയും അതിൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടി മുന്നോട്ട് പോവുകയും ലയിക്കുകയും പിരിച്ചുവിടുകയും ഒക്കെ ചെയ്യാം. പക്ഷേ നിങ്ങളുടെ ഏറ്റവും മികച്ച നേതാവാരാ? നിങ്ങളുടെ സംഘടനയുടെ നേതാവല്ല, അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അപ്പോൾ നേതാവ് എന്നുള്ളത് മുമ്പിൽ നമുക്ക് ഒരു സംഗതിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ എപ്പോഴും ലീഡർ ഉണ്ടാവും. പക്ഷേ ആ ലീഡറിൽ 100% നിങ്ങൾ തൃപ്തനാകണമെന്ന് നിർബന്ധമുണ്ടോ? നമ്മുടെ സംഘടനയിൽ ചിലപ്പോൾ നമ്മൾ തൃപ്തരായിരിക്കും, അപ്പുറത്തെ സംഘടനയിൽ ഒട്ടും തൃപ്തരായിരിക്കും. പക്ഷെ നിങ്ങൾ ആരിലും തൃപ്തരാകേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾ അങ്ങനെ തൃപ്തിപ്പെടേണ്ടത് ആരിലും മാത്രമേ ഉള്ളൂ? റസൂലുള്ളാഹി. ബാക്കിയുള്ളവരൊക്കെ നിങ്ങളെപ്പോലെ തന്നെയുള്ള മനുഷ്യരാണ്.
പക്ഷെ അവരതിൻ്റെ അതൊരു കട്സിയും അതുപോലെ തന്നെ റെസ്പോൺസിബിലിറ്റി ഒക്കെ കാണിക്കണം. അത് അവരിൽ നിന്ന് ഇറ്റ്സ് എക്സ്പെക്റ്റഡ് സോ, അല്ല അങ്ങനെ അവരിൽ നിന്ന് അത് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ നേതാക്കളോട് ഖുർആൻ പറയുന്നത് അവലാ യറൗന അന്നഹും യുഫ്തനൂന ഫീ കുല്ലി ആമിൻ മർറത്തൻ ഔ മർറത്തൈനി സുമ്മ ലാ യതൂബൂന വലാ ഹും യദ്ദക്കർ. കൂടെ ഇങ്ങനെ ഫിത്നകൾ, ഫിത്നയെ കുറിച്ചാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഫിത്നകൾ വന്നതിന് ശേഷവും ഇവർക്ക് എന്തൊരു മാറ്റമില്ലാത്തത്. ഫിത്ന ഇങ്ങനെ നിന്നിങ്ങനെ കൊള്ളാൻ മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ സോഷ്യലി, എക്കണോമിക്കലി, എഡ്യൂക്കേഷണലി, പൊളിറ്റിക്കലി, ഞാൻ മനസ്സിലാക്കുന്നത് സോഷ്യലിയും പൊളിറ്റിക്കലിയും ഒന്നും ഇന്ത്യൻ മുസ്ലിമിനൊരു ഭാഷ പോലും ഇല്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? റിലീജിയസ്ലി സംസാരിക്കാവുന്ന ഒരു ഭാഷയല്ലാതെ, കൂടി വന്നാൽ എഡ്യൂക്കേഷണലി നമ്മൾ സംസാരിക്കുന്ന കുറച്ച് കാര്യങ്ങളല്ലാതെ, എക്കണോമിക്കലി നമുക്ക് ഒട്ടുമില്ല, പൊളിറ്റിക്കലി നമുക്ക് ഒട്ടുമില്ല. കാരണം പൊളിറ്റിക്കലി ഇന്ത്യൻ മുസ്ലിങ്ങൾ വേറെ രീതിയിൽ സംസാരിച്ചു കൊടുക്കേണ്ട കാലമാണ്. സംസാരിച്ചു തുടങ്ങേണ്ട കാലം എന്ന് പറഞ്ഞാൽ സംഘടിച്ച് പുറത്തിറങ്ങുന്നതിനെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. അതിൻ്റെ ഭാഷ, ഇവിടുത്തെ ദളിതുകൾ രൂപപ്പെടുത്തിയ ലിറ്ററേച്ചറും ഭാഷ പോലും ഇന്ത്യൻ മുസ്ലിം രൂപപ്പെടുത്തിയിട്ടില്ല, ഇല്ല എന്നാണ് ഞാൻ പറയുന്നത്. നമ്മുടേതായ കൃതികൾ നമ്മൾ അങ്ങോട്ടുകൊണ്ട് വായിക്കുന്നതിനെ കുറിച്ചല്ല, പൊതുസമൂഹത്തോട് സംസാരിക്കുന്ന ഒരു ഭാഷ ഇപ്പോഴും നമുക്ക് ഉണ്ടായിട്ടില്ല. പൊളിറ്റിക്കൽ നറേറ്റീവ് 1937 ശരിയ ആപ്ലിക്കേഷൻ ആക്ട് ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ ബലത്തിലാണല്ലോ മൗലാന അബുൽ കലാം ആസാദ് അന്ന് ജുമാ മസ്ജിദിൽ കയറി നിന്നിട്ട് പറഞ്ഞത്, പാകിസ്ഥാനിലേക്ക് പോകുന്ന മുസ്ലിങ്ങളെ നിങ്ങൾ ഇവിടെ നിൽക്കൂ, ഈ ഇന്ത്യ നമ്മുടെ നാടാണ്. അങ്ങനെ തന്നെയാണ് അന്ന് പറഞ്ഞത്. പക്ഷേ ആ 37 പേഴ്സണൽ സാധനത്തിനു വരെയല്ലേ ഇപ്പോൾ വരുന്നത്. നിങ്ങൾക്ക് UCC വരുന്നത്, നിങ്ങൾക്ക് സവിശേഷമായി രാഷ്ട്രീയ സ്ഥാനമില്ല, വേറെ 1-2 നിശ്ചിതമായ മുസ്ലിം മണ്ഡലങ്ങൾ ഒഴിച്ച് ബാക്കിയുള്ളത് നിർത്തിയാൽ നിങ്ങൾക്ക് വേറെ മണ്ഡലങ്ങളില്ല. അതല്ലെങ്കിൽ നിങ്ങൾക്ക് മതിയായ പ്രാതിനിധ്യമില്ല. ഏറ്റവും ചുരുങ്ങിയത് നിങ്ങളുടെ 14% ജനസംഖ്യാ പ്രാതിനിധ്യമെങ്കിലും നിങ്ങൾക്ക് എവിടെ ഉണ്ടാവണം? പ്രാതിനിധ്യത്തെക്കുറിച്ചാണോ പറഞ്ഞത്? ആ പോകുന്ന ആളുകളൊക്കെ അതിലെ എന്താണ് ഖൈർ ഉമ്മത്തിൻ്റെ ഭാഗമാണെന്നൊന്നല്ല. പ്രാതിനിധ്യം ഒരു ജനാധിപത്യത്തിൻ്റെ പുതിയൊരു ലിബറൽ ഡെമോക്രസിയിലെ വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ്. നമ്മൾ ഇപ്പോൾ 1000 പേരുടെ ലിസ്റ്റ് വന്നു, അല്ല റാങ്ക് പട്ടിക വന്നു. കേരളത്തിൽ നിന്ന് ഒരു ഒറ്റ മുസ്ലിം പോലും ആദ്യത്തെ 100-ലില്ല. ഇപ്പോൾ കഴിഞ്ഞ 3-4 ദിവസം മുമ്പ് റിസൾട്ട് വന്നല്ലോ സിവിൽ സർവീസിൻ്റെ. ഞാൻ പറഞ്ഞത്, അപ്പോൾ സുമ്മലായ തൂബൂൻ, എന്നിട്ടും അവർക്കൊരു മടക്കമില്ലല്ലോ. വലാഹും യദ്ദക്കറൂൻ, അവർ ഉത്ബുദ്ധരാകുന്നു. ഇത് എന്നെ അടക്കം, അതല്ലെങ്കിൽ നമ്മളെയൊക്കെ എല്ലാവരെയും അടക്കം ചൂഴ്ന്നു നിൽക്കുന്ന വിശുദ്ധ ഖുർആന്റെ ചോദ്യം. ഫിത്നയുള്ള കാലത്ത്, ഫിത്ന എന്ന് തന്നെയാണ് ആയത്തിലെ പ്രയോഗം. ഇനി മൂന്നാമത്തത്, നമ്മൾ ചെയ്ത അനർത്ഥങ്ങളുടെ കെടുതിയും ചിലത് നമ്മൾ ദുനിയാവിൽ ചിലതുണ്ടാകും. എല്ലാം അങ്ങനെയാണെന്നല്ല. ഇതൊക്കെ ഒരു പോയിന്റായിട്ട് മാത്രം പറഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് മാത്രമായിട്ട് നമ്മളതിനെ സമ്മപ്പ് ചെയ്ത് തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ടാവും. ഇതൊക്കെ അള്ളാഹിൻ്റെ പരീക്ഷണമാണ്, നിന്ന് കൊള്ളു തന്നെ. അങ്ങനെയുമില്ല, അള്ളാഹിൻ്റെ പരീക്ഷണമാണ്. ആ ഒരു ഭാഗം ഉൾക്കൊള്ളണം, പക്ഷെ നിങ്ങൾക്ക് ചെയ്യാനും ഉണ്ട്. അപ്പം നിങ്ങളുടെ മിസ്റ്റേക്കിൽ നിന്ന് നിങ്ങൾക്ക് പഠിക്കാനും ഉണ്ട്. നാലാമത്തായിട്ട് അള്ളാഹ് പറയുന്നത് അസാൻ തക്റഹു ഷൈഅൻ വഹുവ ഖൈറുൽ ലക്കും, അസാൻ തുഹിബ്ബു ഷൈഅൻ വഹുവ ശർറുൽ ലക്കും. ഇതൊക്കെ നിങ്ങൾ വൃത്തിയിലൊക്കെ കുറച്ചൊക്കെ ചെയ്യേണ്ടതുണ്ടെങ്കിൽ ഇപ്പോൾ ബുദ്ധിമുട്ടുള്ളതും ഇൻഷാ അല്ലാഹ് അടുത്ത ഒരു കാലത്ത് ഖൈറുൽ ലക്കും, നിങ്ങൾക്ക് ഖൈറായി വരും. അസാ അൻ തുഹിബ്ബു ഷൈഅൻ, നിങ്ങൾ തുഹിബ്ബു ഷൈഅൻ, നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു കാലം ഉണ്ടല്ലോ. ഇങ്ങനെയൊക്കെയാണ് ലോകവും കാലവും രാജ്യമൊക്കെ ഉണ്ടാവുന്നത്. വഹുവ ശർറുൽ ലക്കും, ചിലപ്പോൾ നിങ്ങൾക്ക് എതിരായിട്ട് വരുന്നൊരു കാലമായിരിക്കും. നിങ്ങളുടെ ഇസ്ലാമിനെ, ഈമാനെ തന്നെ ദുർബലപ്പെടുത്തുന്ന കാലമായിരിക്കും. ഇപ്പോൾ നരേന്ദ്രമോദിയുടെ ഒരു കാലമായതുകൊണ്ടാണല്ലോ നിങ്ങൾ ഇത്ര ഇസ്ലാമിനെ കുറിച്ച് ഓർക്കണത് തന്നെ. മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി ആയിരുന്നുണ്ടെങ്കിൽ ആൾക്കൊരു പ്രശ്നമില്ല, പക്ഷെ നിങ്ങൾക്കിപ്പോൾ ഇസ്ലാം തന്നെ വേണ്ടി വരില്ല ചിലപ്പോൾ. അപ്പോൾ ശത്രുവിനെ കൊണ്ടും നിങ്ങളുടെ ഇസ്ലാമിനെ ആരും ഓർമ്മിപ്പിക്കും? അള്ളാഹ് ഓർമ്മിപ്പിക്കും. പണ്ട് ഇക്ബാൽ പറഞ്ഞിട്ടുണ്ട്, മുസൽമാക്ക് അർദിയ തൂഫാനെ മഗ്രിബിനെന്നാണ്. മുസ്ലിങ്ങളാക്കിയത് പടിഞ്ഞാറൻ അധിനിവേശമാണെന്ന്. മുസ്ലിം ലോകത്തേക്ക് പടിഞ്ഞാറ് ഇങ്ങോട്ട് കയറിയല്ലോ. അപ്പോൾ അതുവരേക്കും മുസ്ലിം ലോകം വളരെ ഉഷാർ ലോകമൊന്നുമല്ല. അവർ വന്ന് കയറി സെറ്റിലർ കൊളോണിയലിസം നടത്തി കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് അങ്ങനെ ഒരു ചരിത്രമുണ്ടെന്നും അത് റിവൈവൽ ചെയ്യണമെന്നും അത് തിരിച്ചു പിടിക്കണമെന്നൊക്കെ ഉള്ളൊരു ബോധത്തിലേക്ക് മുസ്ലിം ലോകം 20-ാം നൂറ്റാണ്ടിൽ എത്തിയത്. അല്ലാതെ ഈ കഴിഞ്ഞ 10 നൂറ്റാണ്ട് വളരെ ഉഷാറായിരുന്നു എന്നല്ല ഇതിൻ്റെ അർത്ഥം. തിരിച്ചു പിടിക്കാനും പിന്നോട്ട് നടക്കാനും, അതല്ലേ പിന്നോട്ട് നടക്കാനെന്ന് പറഞ്ഞാൽ റിയർ വ്യൂ മിററായിട്ട് കേട്ടോ, മുഴുവൻ പിന്നോട്ട് നടക്കലല്ല. ചരിത്രം എന്ന് പറഞ്ഞാൽ റിയർ വ്യൂ മിററാണ്. പുറകിലുള്ളത് കാണണം, പിറകിലുള്ള മാത്രം നോക്കി ഇങ്ങനെ പോയാൽ വണ്ടി മുന്നോട്ടിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു ചരിത്രത്തിൽ നിന്നുള്ള ഗുണപാഠങ്ങൾ ആ നിലയിൽ നമുക്ക് ഉപകാരപ്പെടാൻ കൂടി നമുക്കത് കാരണമാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നിലയിലുള്ള നമ്മുടെ ആലോചനകളും നമ്മുടെ പ്രവർത്തനങ്ങളും കൂടുതൽ റിസൾട്ട് നൽകി നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. വാഹിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.